ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ വളരെ കാലമായിട്ട് ആളുകൾ എന്നോട് ചോദിക്കുന്നുണ്ട് ഡോൾബി അറ്റ്മോസിൻ്റെ കോൺഫിഗറേഷൻ എങ്ങനെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് എങ്ങനെ കോൺഫിഗർ ചെയ്യാം, അല്ലെങ്കിൽ ആ ലേറ്റസ്റ്റ് ഡോൾബി അറ്റ്മോസ് പ്രോസസ്സർ, അതായത് CP950യുടെ വിശേഷങ്ങൾ പറയാൻ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു ഡയഗ്രമൊക്കെ വെച്ച് ഞാൻ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, വളരെ മുമ്പ് ചാനൽ തുടങ്ങിയ സമയത്ത്. ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നത് ഇങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്. ഡോൾബി അറ്റ്മോസിനെ പറ്റി കുറേ സംശയങ്ങളും കാര്യങ്ങളൊക്കെ ആളുകൾക്കുണ്ട്. അപ്പോൾ ഇതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഞാൻ അങ്ങനെ ആലോചിച്ചു. ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഒന്നാമത് തന്നെ ഡോൾബി അറ്റ്മോസിനെ പറ്റിയിട്ട് സംസാരിക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ബേസിക് നോളജ് വേണം സൗണ്ടിനെ പറ്റിയിട്ട്. അതായത് ആ, സാധാരണ ഒരു നോളജ്, പുറമേയുള്ള ഒരാളുടെ നോളജ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. സിനിമ തിയേറ്റർ മേഖലയിൽ സൗണ്ട് എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ വർക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഡോൾബി 7.1 അല്ലെങ്കിൽ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിലാണ് കുറച്ചും കൂടിയും നമുക്ക് സൗകര്യപ്രദമായിട്ട് ആ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷം ആളുകളെ കാണിക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആൾക്കാർക്കത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസിൻ്റെ ഓഡിയോ പ്രോസസ്സറിൻ്റെ വെബ് UI ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്ത് കാണിച്ചു കൊടുക്കേണ്ടതായിട്ട് വരും. അല്ലാത്ത പക്ഷേ ആർക്കും അത് മനസ്സിലാവില്ല. അപ്പം ഞാൻ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് അതേ വഴി തന്നെയാണ്. കാരണം സിനിമാ തിയേറ്ററുകളിൽ ഒരിക്കലും നിങ്ങൾക്കത് കാണാൻ സാധിക്കില്ല, അവരൊരിക്കലും കാണിച്ചു തരില്ല. ഒരു സിനിമ തിയേറ്ററിലും നിങ്ങൾ പോയി പ്രൊജക്ഷൻ റൂമിനകത്ത് കയറി എനിക്ക് ഈ ഡോൾബി അറ്റ്മോസിൻ്റെ സിസ്റ്റത്തിൻ്റെ കോൺഫിഗറേഷൻ കാണണം എന്ന് പറഞ്ഞാൽ ഒരു കാരണവശാലും അതവർ കാണിക്കില്ല. അതെനിക്ക് ഉറപ്പാണ്. രണ്ട് കാരണങ്ങളാണ്. ഒന്ന്, കേരളത്തിലെ പല സിനിമാ തിയേറ്ററുകളിലും പ്രോപ്പറായിട്ട് ഡോൾബി അറ്റ്മോസ് ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യം. പല സ്ഥലങ്ങളിലും ലൈസൻസ് ഇല്ല, പല സ്ഥലങ്ങളിലും ലൈസൻസ് എക്സ്പയർഡ് ആണ്, കോൺഫിഗറേഷൻ പ്രശ്നങ്ങളുണ്ട്. അതായത് നമ്മൾ പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന പടം ചിലപ്പോൾ അറ്റ്മോസ് ആവണമെന്നില്ല. അറ്റ്മോസ് പണ്ടെപ്പോഴോ വെച്ചിട്ടുണ്ടായിരിക്കും, പിന്നീട് അതിൻ്റെ കോൺഫിഗറേഷനിൽ എന്തെങ്കിലും പ്രശ്നം വന്നത് അത് ഡിസ്കണക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. അതിൽ ചില തിയേറ്ററുകളിൽ അറ്റ്മോസിന് ഒരു ബോർഡ് മാത്രം വെച്ച് സീലിങ്ങിലൊക്കെ നിറയെ സ്പീക്കറുകളും വെച്ച് അത്തരത്തിലുള്ള പരിപാടികളും നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വരാനുള്ള കാരണം അതാണ്. ആരും നിങ്ങളതിനകത്തേക്ക് കയറ്റില്ല. പല ടെക്നിക്കാലിറ്റിയും പറഞ്ഞവർ ഒഴിവാക്കും. കാരണം കാണിക്കേണ്ട ആവശ്യമില്ല. ഒരു കസ്റ്റമറെ ടിക്കറ്റ് എടുക്കുന്ന ഒരാളെ അത് കാണിക്കണമെന്നൊന്നും നമ്മുടെ നിയമത്തിൽ അത് പറയുന്നില്ല. അപ്പോൾ ഇന്ന് ചരിത്രത്തിലാദ്യമായി, അല്ലെങ്കിൽ യൂട്യൂബിൽ തന്നെ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. ഇത് സാധാരണ ഗതിയിൽ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോസ്, അതായത് മലയാളത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാൾ ഇങ്ങനെ ടെക് വീഡിയോസ് ചെയ്യുന്നതെന്നൊക്കെ പലരും കമൻറ്റ് ചെയ്യാറുണ്ട്. എന്നാൽ ഞാൻ ഇംഗ്ലീഷ് ചാനലുകളിൽ വരുന്ന വീഡിയോസൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. ഇതുവരെ ആരും ഇംഗ്ലീഷ് ചാനലുകളിൽ പോലും ഇത്തരത്തിലൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഞാൻ കണ്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഒരു കോംപ്ലിസിറ്റി കാരണം കൊണ്ടും ആളുകൾക്ക് ടെക്നിക്കാലിറ്റി സാധാരണഗതിയിൽ ഒരു സൗണ്ട് എഞ്ചിനീയേഴ്സും പറഞ്ഞു കൊടുക്കില്ല. കാരണം അതാണ് അവരുടെ നിലനിൽപ്പ്. ഇപ്പോൾ തിയേറ്റർ ഓണർക്ക് പോലും, അല്ലെങ്കിൽ തിയേറ്ററിലെ ഫിലിം ഓപ്പറേറ്റർക്ക് പോലും ഇതിനെപ്പറ്റി അത്രയും നോളജ് ഉണ്ടാവണമെന്നില്ല. അവർക്ക് ജസ്റ്റ് അത് 7.1 5.1 സെലക്ട് ചെയ്യുക, സൗണ്ട് കൂട്ടുക, കുറയ്ക്കുക എന്നല്ലാതെ അതിന് മേലേക്കുള്ള നോളജൊന്നും അവർക്ക് കിട്ടാറില്ല. സോ ഇന്ന് ഞാൻ ആദ്യമായി നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട്, അതുമാത്രമല്ല എല്ലാ ശബ്ദ ആരാധകർക്കും വേണ്ടിയും, സിനിമ തിയേറ്റർ ആരാധകർക്കും വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് ഡോൾബി അറ്റ്മോസിൻ്റെ ഡോൾബി CP950 എന്ന് പറഞ്ഞിട്ടുള്ള ഓഡിയോ പ്രോസസ്സർ. 950 ശരിക്ക് രണ്ട് വേരിയൻ്റ് ഉണ്ട്. 950യും 950A എന്ന് പറഞ്ഞിട്ടൊരു വേരിയൻറ്റും ഉണ്ട്. സോ 950A ആണ് ഇതിൽ ഏറ്റവും പുതിയതായിട്ടുള്ളത്. അപ്പോൾ 950 എന്തിനാണ് ഉപയോഗിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ഓഡിയോ പ്രോസസ്സർ ആണെങ്കിൽ പോലും ഈ 950 രണ്ട് രീതിയിലാണ് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ആ ഡോൾബി അറ്റ്മോസ് ഒരു ഓപ്ഷണൽ ഫീച്ചറാണ്, വേണമെങ്കിൽ അതിൽ ആഡ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ 7.1 5.1 ഓഡിയോ പ്രോസസ്സറായിട്ട് അത് ഉപയോഗിക്കാം എന്നുള്ളതാണ് CP950യുടെ ഒരു പ്രത്യേകത. അതായത് CP750 850 എന്നൊരു രണ്ട് മോഡൽസ് വന്നു. 750 പൂർണ്ണമായിട്ടും ഡോൾബി 7.1 സറൗണ്ട് സൗണ്ടുകൾക്കുള്ളതായിരുന്നു. CP850 എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഡോൾബി അറ്റ്മോസിലുള്ളതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ രണ്ടും കൂടിയിട്ടൊരു കമ്പാനിയൻ വെർഷനാണ് CP950 ആയിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അത് കുറച്ചും കൂടി 2019 സമയത്താണ് ഞാൻ ഇൻസ്റ്റാൾ ചെയ്തതും. ആ സമയത്ത് തന്നെയാണ് 2018 അവസാനത്തോടു കൂടിയാണ് അത് ഇറങ്ങിയതെന്നാണ് എൻ്റെ ഓർമ്മ. 2019 ഞാൻ ആദ്യത്തെ CP950A ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ
ഈ 950യുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ബിൽറ്റ് ഇൻ ഓഡിയോ മോണിറ്റർ ഉണ്ട്. ഓഡിയോ മോണിറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത് സിനിമാ തിയേറ്ററിൽ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദം പ്രൊജക്ടർ റൂമിനകത്ത് നമുക്ക് കേൾക്കാൻ സാധിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് ഈ ഓഡിയോ മോണിറ്റർ കൊണ്ടെന്ന് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഇത് മുമ്പത്തെ ഡോൾബിയുടെ ഒരു മോഡലും ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈ 950 വന്നപ്പോൾ 950ൽ അവർ ആഡ് ചെയ്തു എന്നുള്ളതാണ്. അതിനകത്തൊരു ചെറിയൊരു മിനി സ്പീക്കർ ആഡ് ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് നല്ല ക്വാളിറ്റിയിൽ തന്നെ സൗണ്ട് കേൾക്കാൻ സാധിക്കും. പിന്നീട് ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഇത് പൂർണ്ണമായിട്ടും ടച്ച് സ്ക്രീനാണ്, അധികം ബട്ടൺസ് ഒന്നുമില്ല. സാധാരണ നിങ്ങളുടെ ഡോൾബിയുടെ പഴയ പ്രോസസ്സറുകളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, അതായത് 850 ആണെങ്കിലും 750 ആണെങ്കിലും ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് വിരലുകൊണ്ട് അമർത്താവുന്ന രീതിയിലുള്ള മാനുവൽ ബട്ടൺസുകളാണ് ഓരോ സ്വിച്ചിലും ഓരോ ചാനൽ. അതായത് ചാനൽ നമ്പർ 1 5.1 ആണെങ്കിൽ ചാനൽ നമ്പർ 2 7.1, ചാനൽ നമ്പർ 3 മൈക്ക്, അങ്ങനെ സ്വിച്ചസ് ആയിരുന്നു. ഈ ടച്ച് സ്ക്രീൻ ഇതിൽ പൂർണ്ണമായിട്ടും ടച്ച് സ്ക്രീനാണ്. ഒരു മൊബൈൽ ഡിവൈസിൻ്റെ പോലെയാണ് അത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു കളർ ഡിസ്പ്ലേ ഒക്കെ കൊടുത്ത് നമുക്ക് ഏത് ഫീച്ചർ വേണമെങ്കിലും ടച്ച് സ്ക്രീനിൽ ഉപയോഗിക്കാൻ സാധിക്കും. സാധാരണ ഇതിൽ മാനുവലായിട്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന സിനിമാ തിയേറ്ററുകൾ, അതായത് നമ്മുടെ നാട്ടിലത്തെ ഓപ്പറേറ്റർ ചേട്ടന്മാർ ഉപയോഗിക്കുന്ന സിനിമാ തിയേറ്ററുകളിൽ ഞാൻ 750 അല്ലെങ്കിൽ 850ക്കാണ് പറയാറുള്ളത്. കാരണം അവർക്ക് ഓട്ടോമേഷനെ പറ്റി വലിയ ധാരണ ഉണ്ടാവില്ല. അപ്പോൾ അവർ എപ്പോഴും ചാനൽ മാറ്റുന്ന അവിടെ പോയി പ്രസ് ചെയ്തിട്ടാണ്. ചാനൽ മാറ്റുന്നുണ്ടെങ്കിൽ കേട്ടോ, എല്ലാവരും അത് മാറ്റാറൊന്നുമില്ല. പലർക്കും ഇതിനെ പറ്റിയിട്ട് അതിൻ്റെ ഒരു പ്രാധാന്യം അറിയാത്തവരുണ്ട്, അവരത് മാറ്റാറൊന്നുമില്ല. 7.1 പടമാണെങ്കിൽ പോലും അത് 5.1 ഇട്ടാണ് കളിക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു ക്വാളിറ്റീനെ പറ്റിയിട്ടൊന്നും അവെയറല്ല. നമ്മുടെ നാട്ടിൽ ഫിലിം ഓപ്പറേറ്റർ ലൈസൻസ് സിസ്റ്റം മാത്രമേ ഉള്ളൂ. അതായത് ഗവൺമെൻറ്റിൽ നിന്ന് ഒരു സിനിമാ തിയേറ്ററിൽ ഫിലിം ഓപ്പറേറ്ററായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഗവൺമെൻറ് അടിച്ചു കൊടുക്കുന്ന ഒരു ലൈസൻസ്, ഒരു ലൈസൻസ് മാത്രമേ ഉള്ളൂ. അതിനകത്ത് വരുന്ന ചോദ്യങ്ങളെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇലക്ട്രിക്കൽ സംബന്ധമായിട്ടുള്ളൊരു ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ നിലവിലത്തെ സിനിമ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട യാതൊരുവിധ ചോദ്യങ്ങളും അതിൽ വരുന്നില്ല. വളരെ ഖേദകരം എന്ന് പറയാം. അല്ലെങ്കിൽ നമ്മളുടെ ഈ ടെക്നിക്കൽ സെഗ്മെൻറ്റ്, അത് കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ എടുത്തോളൂ, നമ്മളുടെ സിനിമ തിയേറ്റർ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫിലിം ഓപ്പറേറ്റർമാരുടെ ഒരു നോളജ് പരിശോധിക്കേണ്ട ഒരു സമയം അതിക്രമിച്ചു എന്ന് തന്നെ ഞാൻ പറയും. കാരണം ഗവൺമെൻറ് സൈഡിൽ നിന്നും അതിന് ഒരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല, അല്ലെങ്കിൽ അതിനെപ്പറ്റിയൊന്നും ആരും ബോധേഡല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പ്രൊജക്ടറിൻ്റെ യുഗം മാറി LED സ്ക്രീനുകളിലേക്ക് വഴി മാറിയിരിക്കുകയാണ്. ഞാനൊക്കെ LED സ്ക്രീനിലാണ് ഇപ്പോൾ കൂടുതൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ ഇപ്പോഴെങ്കിലും നമ്മൾ ഇതിനു വേണ്ടി ഒരു ഇനീഷ്യേറ്റീവ് എടുത്തില്ലെങ്കിൽ, ഇതിനു വേണ്ടി നമ്മൾ ഒരു തയ്യാറെടുപ്പ് അല്ലെങ്കിൽ നമ്മളൊരു ട്രെയിനിങ് പ്രോഗ്രാമുകളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഒന്നും നടത്തിയില്ല എന്നുണ്ടെങ്കിൽ വളരെ ശോചനീയാവസ്ഥയിലേക്ക് നമ്മളുടെ സിനിമ തിയേറ്റർ മേഖല കടന്നു പോകും എന്നുള്ള ഒരു സംശയമില്ല. ഞാൻ ഈ പറയുന്നത് എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഉണ്ടെന്ന് എനിക്കറിയില്ല. പല ഡയറക്ടേഴ്സും ഇപ്പം നമുക്ക് നല്ല ഗംഭീര ഡയറക്ടേഴ്സ് ഉണ്ട്. ബ്ലസ്സി, അതുപോലെ അമൽ നീരദ്, ആഷിഖ് അബു ഒക്കെ പോലെയുള്ള നല്ല ടെക്നിക്കലി നോളജുള്ള സംവിധായകരുണ്ട്. അപ്പോൾ അവർ അതുപോലെ തന്നെ നല്ല മിക്സിങ് എഞ്ചിനീയേഴ്സും നമുക്കുണ്ട്. അപ്പം ഇവരൊക്കെ കമ്പൈൻ ചെയ്ത് ഇവരെല്ലാവരും ഒക്കെ കൂടി ഇതിന് ഇനിഷ്യേറ്റീവ് എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നമുക്ക് സിനിമാ മേഖലയിൽ ടെക്നിക്കൽ വിഭാഗത്തിൽ വർക്ക് ചെയ്യുന്ന കുറേ ആളുകളുണ്ട്. സോ ഇവരൊക്കെ കൂടി ഒന്ന് ഇതിന് പ്രയത്നിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഒറ്റയ്ക്ക് ഒന്നും പറഞ്ഞാലും യൂട്യൂബറായ ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞാലൊന്നും ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ സിനിമാ മേഖലയിൽ പ്രമുഖമായിട്ടുള്ള ആൾക്കാർ ഇതിനു വേണ്ടി ഇനീഷ്യേറ്റീവ് എടുത്തത്, കാരണം അവരുടെ സിനിമയാണ് തിയേറ്ററുകളിൽ വരുന്നത്. അപ്പോൾ അതേ ടെക്നിക്കൽ ക്വാളിറ്റി അവർ ഉദ്ദേശിക്കുന്ന ഷോട്ട് അതുപോലെ തന്നെ ആ ടെക്നിക്കൽ ക്വാളിറ്റീൻ്റെ സിനിമാ തിയേറ്ററുകളിൽ എത്തിക്കുക എന്നുള്ള ഒരു ഇത് അവർക്കുണ്ടായിരിക്കുമല്ലോ. അവർക്കങ്ങനെ ഓഡിയൻസിലേക്ക് എത്തിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവരങ്ങനെ ഇതിനൊരു ഇനീഷ്യേറ്റീവ് എടുത്ത് വരണം എന്നാണ് എൻ്റെ ഒരു റിക്വസ്റ്റ്, അഭ്യർത്ഥന. കാരണം കേരളത്തിലെ 90% തിയേറ്ററുകളും നമ്മൾ കാണുന്ന ഈ 4K അറ്റ്മോസ് എന്നൊക്കെ പറഞ്ഞ് ബോർഡ് വയ്ക്കൽ മാത്രമേ ഉള്ളൂ. എന്താണ് ഒറിജിനൽ 4Kയുടെ ക്വാളിറ്റി എന്താണെന്നോ അല്ലെങ്കിൽ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു പ്രോപ്പർ കാലിബ്രേഷൻ ഉണ്ടെന്നോ എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ കേരളത്തിൽ കുറച്ച് തിയേറ്ററുകളൊക്കെ, അത്യാവശ്യം പ്രമുഖ തിയേറ്ററുകളൊക്കെ പോയി സിനിമ കണ്ടിട്ടുള്ള ഒരാളായതുകൊണ്ട് ഞാൻ പറയാണ്. സോ ഞാൻ വീഡിയോ അധികം നീട്ടുന്നില്ല. ഞാൻ ആ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു ഇൻ്റർഫേസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് വ്യക്തമായിട്ട് ഇത് പറഞ്ഞുതരാം. സാധാരണഗതിയിൽ എൻ്റെ ഈ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീൻ നിങ്ങൾക്ക് ഞാൻ ഷെയർ ചെയ്യാണ് ഡയറക്റ്റ്ലി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും അതിനെ പറ്റിയിട്ട്. ഞാനിവിടെ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് എൻ്റെ മാക്ബുക്ക് പ്രോ ആണ്. മാക്ബുക്ക് പ്രോ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി അത് നമുക്ക് ഒരു ഈ സ്ക്രീൻ റെക്കോർഡിങ് ഫ്രണ്ട്ലിയാണ്. അതുപോലെ തന്നെ അത് ഒരു എന്താ പറയുക, ശരിക്കും അതെടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ
കുറച്ച് ഫാസ്റ്റാണ്. നമുക്കിതിൽ കാര്യങ്ങളൊക്കെ എടുത്ത് അറ്റ്മോസ് ആയിട്ട് ഇവിടെ ഉപയോഗിക്കുന്നത്. അതിൻ്റെ IP അഡ്രസ് 10.8.2.12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു IP അഡ്രസ്സാണ്. ഇത് തന്നെ ആവണമെന്നില്ല നിങ്ങളുടെ കയ്യിൽ. നിങ്ങൾക്ക് നിങ്ങളുടെ IP അഡ്രസ്സ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ടച്ച് സ്ക്രീനിൻ്റെ സെറ്റിങ്സിൽ കയറിയിട്ട് അവിടെ പോയി നിങ്ങൾ ഈ പറഞ്ഞ നെറ്റ്വർക്ക് ആൻഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് IP അഡ്രസ്സ് കിട്ടും. അപ്പോൾ ഈ IP അഡ്രസ്സ് അടിച്ച് ലോഗിൻ ചെയ്യുമ്പോൾ ആദ്യം ചോദിക്കുന്ന ചോദ്യം യൂസർ നെയിം ആൻഡ് പാസ്വേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങൾക്ക് വരിക. ഞാനത് ഫുൾ സ്ക്രീൻ ആക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ടത് മനസ്സിലാവും. അപ്പോൾ യൂസർ നെയിം ആൻഡ് പാസ്വേഡിനകത്ത് നമ്മൾ അടിച്ചു കൊടുക്കേണ്ടത് അഡ്മിൻ എന്നാണ്. അഡ്മിൻ ചെറിയ അക്ഷരം ADMIN. അതുമാതിരി പാസ്വേഡും അഡ്മിൻ തന്നെയാണ്. അഡ്മിൻ എന്നുള്ള ഇതാണ് അടിക്കുക. IMS 3000 ഉപയോഗിക്കുന്ന ആളുകളുടെ ഒരു ശ്രദ്ധയ്ക്ക് അവിടെ യൂസർ നെയിം അഡ്മിനും പാസ്വേഡ് 1234 എന്നുള്ളതായിരിക്കും. ഈ പറഞ്ഞ പാസ്വേഡ് നമുക്ക് എപ്പോൾ വേണമെങ്കിൽ മാറ്റാം. ഡോൾബി ഡിഫോൾട്ടായിട്ട് തരുന്ന പാസ്വേഡാണ് അഡ്മിൻ അല്ലെങ്കിൽ അഡ്മിൻ 1234. ഇത് രണ്ടും ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ ഓഡിയോ പ്രോസസ്സറിൻ്റെ പാസ്വേഡ് എന്ന് പറയുന്നത് അഡ്മിനാണ്. സോ അത് വെച്ച് ഞാൻ ലോഗിൻ ചെയ്തു. അത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലൊരു വിൻഡോയിലേക്കാണ് അത് കയറിച്ചില്ല. അപ്പോൾ ഈ വിൻഡോയിലെ ഡീറ്റെയിൽസുകൾക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ ഈ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു വാർണിംഗ് ആണ്. എന്താണ് ആ വാർണിംഗ് എന്ന് ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ NTP സിങ്ക് ഫെയിലിയർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻറ്റേർണൽ ക്ലോക്കാണ്. ഇൻറ്റേർണൽ ക്ലോക്ക് എന്ന് പറഞ്ഞാൽ ഓരോ ഡിവൈസിനും അതിൻ്റെ ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളുടെ പ്രൊജക്ടറിനാണെങ്കിലും സെർവറിനാണെങ്കിലും അതുമാതിരി ഓഡിയോ പ്രോസസ്സറിനാണെങ്കിലും ഏത് മൊബൈലിനാണെങ്കിലും ഒരു ഇൻറ്റേർണൽ ക്ലോക്ക് ഉണ്ടായിരിക്കും. ഈ ഓഡിയോ പ്രോസസ്സറിൽ ഈ സമയത്തിൻ്റെ എന്തിനാണ് ആവശ്യം എന്നുള്ളത് നമ്മൾ ചിലപ്പോൾ ചോദ്യം വരാം. ഇതിനകത്ത് ഉപയോഗിക്കുന്ന സമയവും ഡേറ്റും എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഭാവിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണ്, നമ്മുടെ ഈ സിസ്റ്റത്തിൽ എന്തെങ്കിലും ഫെയിലിയറുകളോ എററുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലങ്ങൾ വരുന്ന സമയത്ത് നമ്മൾ ഈ ഡോൾബിയിലേക്ക് നമ്മൾ കോൺടാക്ട് ചെയ്യുന്ന സമയത്ത് ഡോൾബി ചോദിക്കുന്ന ഒരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിൻ്റെ ലോഗ് റിപ്പോർട്ട് എടുത്തു തരാൻ പറയും. അത് നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. എങ്ങനെയാണ് എടുക്കാമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ലോഗ് റിപ്പോർട്ട് എടുത്തതിന് ശേഷം നമ്മൾ ആ ലോഗ് റിപ്പോർട്ട് അവർക്ക് അയച്ചു കൊടുക്കും. അപ്പോൾ ഡോൾബിയുടെ ഒരു ലോഗ് അനലൈസർ എന്ന് പറഞ്ഞിട്ടൊരു സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഒരു സെറ്റപ്പ് അവർക്കുണ്ട്. അതിനകത്ത് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെർവറിൻ്റെ ഈ ഓഡിയോ പ്രോസസ്സറിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് അവിടെ കിട്ടും. അപ്പോൾ അവർ ചോദിക്കും നിങ്ങളുടെ പ്രശ്നം ഉണ്ടായ ടൈം സ്റ്റാമ്പ് എപ്പോഴാണെന്ന് ചോദിക്കും. അതായത് രാവിലെ 10 മണിയുടെ ഷോയ്ക്കാണ് ഈ പ്രശ്നം ഉണ്ടായെന്ന് വെച്ചാൽ കറക്റ്റാണ്. നമ്മളെപ്പോഴും ഒരു തിയേറ്ററിലൊരു നമുക്കൊരു എറർ നേരിടുമ്പോൾ ആ സമയം നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എനിക്ക് 10 മണിയുടെ ഷോയ്ക്കാണ് പ്രശ്നം ഉണ്ടായത്. പടം തുടങ്ങി 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഇങ്ങനൊരു എറർ വന്നു, പ്രോബ്ലം വന്നു എന്ന് നമ്മളോട് പറയുകയാണെങ്കിൽ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്തു, 10:15 ഈ പ്രശ്നം വന്നത്. അപ്പോൾ അവർ ആ കറക്റ്റ് ആ ടൈം സ്റ്റാമ്പ് എടുത്തിട്ട് 10:15 ഈ സെർവറിൽ കാണിച്ചിട്ടുള്ള എറർ എന്താണ് എന്ന് നമുക്ക് അവർ ചെക്ക് ചെയ്യും. അത് എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിക്കാൻ കാരണം വെച്ചാൽ ഈ ഓഡിയോ പ്രോസസ്സറുകൾ പലപ്പോഴും ഇന്നതാണ് കംപ്ലൈൻ്റ് എന്ന് കാണിക്കില്ല, എറർ കോഡുകളായിരിക്കും കാണിക്കുക. ഈ എറർ കോഡുകൾ നിങ്ങളെ കൊണ്ട് റീഡ് ചെയ്യാൻ സാധിക്കില്ല, നിങ്ങളെ കൊണ്ട് അത് വായിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കില്ല. അപ്പോൾ അവർ ഇത് ബിൽഡ് ചെയ്ത ആൾക്കാർക്കാണെന്നുണ്ടെങ്കിൽ എന്താണ് എറർ കോഡ് എന്നുള്ള എറർ കോഡ് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് അറിയാൻ പറ്റും. അതുമാത്രമല്ല എൻ്റെ ഡീറ്റെയിൽസ് സോഫ്റ്റ്വെയർ ഡീറ്റെയിൽസുകളൊക്കെ അവർക്ക് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൽ ടൈം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, നമുക്ക് CP950A പരിചയപ്പെടാം. ഇത് ഡോൾബിയുടെ CP950A. ഈ കാണുന്നതാണ് ആക്റ്റീവ് മാക്രോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിടക്കുന്നത് നോൺ സിങ്ക് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ നോൺ സിങ്ക് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഓഡിയോ പ്രോസസ്സറിലേക്ക് നമ്മൾ എന്തെങ്കിലും DVD പ്ലെയറോ അങ്ങനെ എന്തെങ്കിലും മ്യൂസിക് സിസ്റ്റങ്ങൾ, അതായത് സിനിമ പ്ലേ ആവാത്ത സമയത്ത് നമുക്ക് എന്തെങ്കിലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ പ്ലേ ചെയ്യണമെന്നുണ്ടെങ്കിൽ പാട്ടൊക്കെ വയ്ക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഓപ്ഷൻ ഉപയോഗിക്കാം. ഇതൊക്കെ ഓരോ കണക്ടിവിറ്റികളാണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 5.1 പ്ലസ് അറ്റ്മോസ്, 7.1 പ്ലസ് അറ്റ്മോസ്, AES2 ചാനൽ, HDMI മൈക്രോഫോൺ, ഇതൊക്കെ ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. ഇത് ഓൾറെഡി ഇതിനകത്ത് ബൈ ഡിഫോൾട്ട് വന്നെടുക്കും. കാരണം ഈ ഓഡിയോ പ്രോസസ്സറിനകത്ത് ഈ പറഞ്ഞ ഡിവൈസുകളൊക്കെ കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനുകളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഡിവൈസ് ഏത് ഓപ്ഷനിൽ കണക്ട് ചെയ്തു അത് ഇവിടെ തിരഞ്ഞെടുത്താൽ മാത്രമേ അത് വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഓഡിയോ ഡിവൈസിനകത്ത് എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് അറിയാനായിട്ട് എൻ്റെ ഡോൾബി അറ്റ്മോസിൻ്റെ CP950യുടെ ഒരു റിവ്യൂ വീഡിയോ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ളവർ അത് പോയി കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. ഇതിലേക്ക് ഞാനത് കൊണ്ടുവരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും കൂടി ആകുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് ലെങ്തി ആവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതെന്താ HDMI എവിടെയാണ് കണക്ട് ചെയ്യുക, മൈക്രോഫോൺ എവിടെയാണ് കണക്ട് ചെയ്യുക, ഈ ഡോൾബി 7.1 അറ്റ്മോസിൻ്റെയൊക്കെ സാധനങ്ങൾ എവിടെയാണ് കണക്ട് ചെയ്യുക എന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഈ CP950യുടെ ഞാൻ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്, ഒരു
ഫുൾ ഡയഗ്രാം വെച്ചിട്ടുള്ള വീഡിയോ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും അത് ഇവിടെ എന്താണ് കണക്ട് ചെയ്യുക എന്നുള്ളത്. സോ ഇവിടെ നമുക്ക് ഇതിൽ ഏതിൽ ക്ലിക്ക് ചെയ്താലും അങ്ങോട്ട് ഈ ഓപ്ഷനിലേക്ക് ഇത് മാറും. ഈ കാണുന്നതാണ് ഈ ഫെയ്ഡർ എന്ന് വിളിക്കുന്നതാണ് വോളിയം കൺട്രോളർ. അത് ഫെയ്ഡർ എന്ന് ശബ്ദത്തിനെ നമ്മൾ വിളിക്കുന്നത് ഫെയ്ഡർ എന്നാണ്. നമ്മുടെ ഒരു ടെക്നിക്കൽ ടൈമാണ് ഫെയ്ഡർ. അപ്പോൾ എനിക്ക് സൗണ്ട് കൂട്ടണമെന്നുണ്ടെങ്കിൽ എത്ര വേണേൽ ഇവിടെ കൂട്ടാം, അതുപോലെ തന്നെ കുറയ്ക്കാം. ഇത് നമ്മളവിടെ പോയി CP950 കൈകൊണ്ട് തിരിച്ച് കൂട്ടുന്നതിന് പകരം ഉള്ളൊരു ഓപ്ഷനാണ്. ഇങ്ങനെ കൂട്ടുക കുറയ്ക്കാം, നമുക്ക് എത്ര വേണേൽ കൂട്ടുക കുറയ്ക്കുകയും ചെയ്യാം. അതല്ല ഒരു പടത്തിന് ഇത്ര സൗണ്ട് വേണം അല്ലെങ്കിൽ ഒരു പരസ്യത്തിന് ഇത്ര സൗണ്ട് വേണമെന്ന് അത് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു കമാൻഡ് ക്രിയേറ്റ് ചെയ്ത് ഒരു മാക്രോ എന്ന് വിളിക്കും. ആ മാക്രോ കമാൻഡ് ക്രിയേറ്റ് ചെയ്ത് പ്രൊജക്ടറിലെ സെർവറിനകത്തേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്യുമ്പോൾ ആ പ്ലേലിസ്റ്റ് പ്ലേ ആവുന്ന കൂട്ടത്തിൽ ആ മാക്രോ കമാൻഡ് എക്സിക്യൂട്ട് ആവും. അത് അനുസരിച്ച് ഇവിടെ സൗണ്ട് തന്നെ മാറും. അതിനാണ് ഓട്ടോമേഷൻ എന്ന് വിളിക്കുന്നത്. നമ്മുടെ നാട്ടിലെ ലോക്കൽ തിയേറ്ററുകളൊന്നും ഇത് വന്നിട്ടില്ല. അപ്പോൾ ഇവിടെ സൗണ്ട് കൺട്രോൾ ചെയ്യാം. നമുക്കിത് വേണം മ്യൂട്ട് ആക്കണമെന്ന് ഇതിൽ പ്രസ് ചെയ്താൽ മ്യൂട്ടാവും. മ്യൂട്ടാകുമ്പോൾ ഇത് റെഡ് കളറിൽ അത് ഇൻഡിക്കേറ്റ് ചെയ്ത് കാണിക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ പ്ലേ ആകുമ്പോൾ മ്യൂട്ടായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ മ്യൂട്ട് ബട്ടൺ നമുക്ക് ഒഴിവാക്കാം. ഇവിടെ നമുക്ക് ചാനലുകൾ പരിചയപ്പെടാം. ഈ L എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റും, R എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റും, C എന്ന് ഉദ്ദേശിക്കുന്നത് സെൻറ്ററും. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. LCR എന്ന് നമ്മൾ വിളിക്കും. ലെഫ്റ്റ് സെൻറ്റർ റൈറ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുക. അത് കഴിഞ്ഞ് LFE എന്ന് വിളിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഫ്രീക്വൻസി എഫക്റ്റ്, അതായത് സബ് വൂഫറിനെയാണ് ഈ LFE എന്ന് ഉദ്ദേശിക്കുന്നത്. അതുമാതിരി LSS RSS, അതായത് ലെഫ്റ്റ് സൈഡ് സറൗണ്ടും റൈറ്റ് സൈഡ് സറൗണ്ടും എന്നാണ് ഈ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മളുടെ സിനിമ തിയേറ്ററിൻ്റെ റൈറ്റ് സൈഡ് വോളും ലെഫ്റ്റ് സൈഡ് വോളുമാണ് ഉദ്ദേശിക്കുന്നത്. അത് കഴിഞ്ഞാൽ LRS RRS. LRS എന്ന് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് റയർ സറൗണ്ടും RRS എന്ന് ഉദ്ദേശിക്കുന്നത് റൈറ്റ് റയർ സറൗണ്ടുമാണ് അവരുദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചും കൂടി വലുതാക്കി കാണിക്കാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് വ്യക്തമാവും. അത് കഴിഞ്ഞ് വരുന്നത് LTS RTS. ഈ LTS RTS എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് ടോപ്പ് സറൗണ്ട്, റൈറ്റ് ടോപ്പ് സറൗണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ ചാനൽ കോൺഫിഗറേഷൻ. ഡോൾബി അറ്റ്മോസ് ഒരു ചാനൽ ബേസ്ഡ് മിക്സിംഗ് ടെക്നോളജി അല്ല, ഒബ്ജക്റ്റ് ബേസ്ഡ് മിക്സിംഗ് ടെക്നോളജി ആണെന്ന് ഞാൻ മുമ്പത്തെ വീഡിയോകളിൽ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. എന്നാൽ സിനിമ മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ബേസിക് ചാനൽ സെറ്റപ്പാണിത്. അതായത് ഡോൾബി 7.1ൻ്റെ ചാനൽ സെറ്റപ്പിൻ്റെ ഒപ്പം തന്നെ 2 അഡീഷണൽ ട്രാക്കുകൾ കൂടുക എന്നുള്ളതാണ് ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ആകെ വരുന്നൊരു പ്രത്യേകത. അതായത് 7.1 എന്ന് ഉദ്ദേശിക്കുന്നത് 8 ട്രാക്കാണെന്നുണ്ടെങ്കിൽ ഇത് 10 ട്രാക്കായിരിക്കും. അതായത് ലെഫ്റ്റ് റൈറ്റ് സെൻറ്റർ സബ് വൂഫർ, ലെഫ്റ്റ് സറൗണ്ട് സൈഡ് സറൗണ്ട്, റൈറ്റ് സൈഡ് സറൗണ്ട്, അതുമാതിരി ലെഫ്റ്റ് റയർ സറൗണ്ട്, റൈറ്റ് റയർ സറൗണ്ട്, ലെഫ്റ്റ് ടോപ്പ് സറൗണ്ട്, റൈറ്റ് ടോപ്പ് സറൗണ്ട്. ഇതാണ് നമ്മൾ സീലിംഗ് സ്പീക്കർ എന്നൊക്കെയാണ് ഇതിനെ ആളുകൾ വിളിക്കുക. പക്ഷെ അതൊക്കെ തെറ്റായ ഒരു ഇതാണ്. സീലിംഗ് സ്പീക്കർ അല്ല, അത് ടോപ്പ് സ്പീക്കർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഓറോയിലേക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഹൈറ്റ് സ്പീക്കർ ഉണ്ട്, ടോപ്പ് സ്പീക്കർ ഉണ്ട്, അങ്ങനെ പല പല ടെക്നിക്കൽ പേരുകളും ഇതിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഈ കാണുന്ന ലെഫ്റ്റിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഇൻഫോ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇൻഫോയിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുവിധം ഇൻഫർമേഷൻസ് ഒക്കെ ഇതിൻ്റെ കിട്ടും. CP950 ഇൻഫർമേഷൻ, ഇതിൽ ചേസ് സീരിയൽ നമ്പർ, അതുമാതിരി കാറ്റ് എന്ന് പറഞ്ഞൊരു CAT 1700 എന്ന് പറഞ്ഞൊരു ബോർഡ് നമ്മൾ ഇതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സീരിയൽ നമ്പർ എന്താണെന്നുള്ളതും മീഡിയ ബ്ലോക്സ് സീരിയൽ നമ്പർ എന്താണെന്നുള്ളതും, കാരണം ഇതിനൊക്കെ പ്രത്യേകം ഈ തിയേറ്ററിനകത്ത് നമ്മൾ 2 KDM ഉപയോഗിക്കാറുണ്ട്. ഒരു KDMത്തിൽ അത് വർക്ക് ചെയ്യില്ല. ഒരു KDM നമ്മളെ സിനിമ പ്രോസസ്സറിനും സിനിമ പ്ലെയറിനും, അതായത് മീഡിയ പ്ലെയറിനും, രണ്ടാമത്തെ KDM ഈ ഡോൾബി അറ്റ്മോസിൻ്റെ ഓഡിയോ പ്രോസസ്സറിനായിട്ട് ഉപയോഗിക്കുക. അപ്പോൾ അങ്ങനെ സെറ്റപ്പ് ആയതുകൊണ്ട് 2 KDM ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ 2 സീരിയൽ നമ്പർ, ഇതൊക്കെ നമ്മൾ ഒരിക്കൽ നമ്മളിത് ഡിസ്ട്രിബ്യൂട്ടർക്ക് അയച്ചു കൊടുത്താൽ പിന്നെ വരുന്ന KDM ലൈസൻസ് ഇഷ്യൂ ചെയ്യുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നും വരാറില്ല. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ വെർഷൻ ഇതാണ് 2.3.2.5. ഇത് ലേറ്റസ്റ്റ് വെർഷനാണ്, കാരണം ഞാനൊരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ റീസെൻ്റ്ലി നടത്തിയുള്ളൂ. ഈ CAT 1710ൻ്റെ സോഫ്റ്റ്വെയർ വെർഷൻ ഇതാണ്. ഹാർഡ്വെയർ വെർഷൻ 4E. അതുമാതിരി ഇത് ഈ ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യം നമുക്കില്ല. ഇത് കോൺഫിഗേർഡ് ആണ് ഓൾറെഡി. ഇത് നമുക്ക് ശരിക്കും ഇതിൻ്റെ ഉപയോഗം വരുന്നില്ല. ഇൻ കേസ് ആരെങ്കിലും ചോദിച്ചാൽ പറയാവുന്നുള്ളൂ. ഇപ്പോൾ സോഫ്റ്റ്വെയർ വെർഷൻ പഴയതായതുകൊണ്ട് ഡോൾബി അറ്റ്മോസ് വർക്ക് ചെയ്യാതിരിക്കുന്നില്ല. പുതിയ അപ്ഡേറ്റ്സ് വരുമ്പോൾ അതിനകത്ത് കാണില്ല എന്നുള്ളൂ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. ഡോൾബി അറ്റ്മോസ് കണക്ട് എന്ന് പറഞ്ഞൊരു ഡിവൈസ് നമ്മൾ ഉപയോഗിക്കുന്നത്, DAC എന്നാണ് അതിന് വിളിക്കുക. 32 ചാനൽ കണക്ട് ചെയ്യുന്ന ഡോൾബി അറ്റ്മോസ് ഡിവൈസ്. ഒരു DACൽ 32 ചാനലാണ് കണക്ട് ചെയ്യുക. 64 ചാനലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 2 DAC വെച്ച് നമ്മൾ UP ആണ് ചെയ്യുക.
സോ നമ്മളിവിടെ ഡോൾബി അറ്റ്മോസ് കണക്ട് ചെയ്തിട്ടുണ്ട്. A67 എന്ന് പറഞ്ഞിട്ട് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. എനേബിൾമെൻറ്റ്സ് എന്ന് പറഞ്ഞ ഡോൾബി അറ്റ്മോസ് പ്ലേ ബാക്ക് 2023 ഇതിനാണ് ലൈസൻസ് ഇട്ട ടൈമാണത്. ഇത് ലൈസൻസ് വേറെ ഓപ്ഷനിൽ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു ഇൻഫോർമേഷൻ മാത്രമാണ്. ഇനി ഇവിടെ കാണുന്ന ലെഫ്റ്റ് മെനുകളിൽ പോയി കഴിഞ്ഞാൽ സ്റ്റാറ്റസിൽ ക്ലിക്ക് ചെയ്താൽ മാക്രോ ഇൻഫോ കറൻ്റ്ലി ഏത് മാക്രോയിലാണ് എടുക്കുന്നത്, നോൺ സിങ്ക് എന്ന് പറഞ്ഞ മാക്രോയിലാണ് എടുക്കുന്നത്. ഇത് വേണമെങ്കിൽ എനിക്ക് ചേഞ്ച് ചെയ്തിട്ട് ഇപ്പോൾ HTML മാറ്റാം. HTML മാറ്റി കഴിഞ്ഞാൽ ഇവിടെ പേര് മാറി HDMI എന്നായി. വീണ്ടും എനിക്ക് ഇത് വേണമെങ്കിൽ മൈക്രോഫോണിലേക്ക് ഇടാം. മൈക്രോഫോണിലേക്ക് ഇട്ടാൽ മൈക്രോഫോണിലേക്ക് മാറും. അപ്പോൾ ഇത് ഞാൻ ഏതിലേക്ക് ഇത് ഇടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്. അതായത് ഞാൻ ഏത് മാക്രോണ് ആക്റ്റീവ് ചെയ്തിരിക്കുന്നത് അതാണ് ഇവിടെ എഴുതി കാണിക്കുന്നത്. മാക്രോ ഓർഡർ നമ്പർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഓർഡറാണ്. അതായത് സാധാരണ മുമ്പത്തെ ഡോൾബി അറ്റ്മോസ് പ്രോസസ്സർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ CP850 എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് 1 2 3 4 5 6 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നമ്പേഴ്സ് കാണാൻ പറ്റും. അപ്പോൾ ആ നമ്പറിലുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോഴാണ് ഇത് മാറാറ്. ഇവിടെ അതിന് നേരെ തിരിച്ച് ഈ പറഞ്ഞ ഇവിടെ ഈ ഓപ്ഷൻസ് തിരഞ്ഞെടുക്കുമ്പോഴാണ് ഇവിടെ മാറുന്നത്. ഫേഡർ പ്രീസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫേഡർ പ്രീസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഓരോ മാക്രോയ്ക്ക് ഇപ്പോൾ നോൺ സിങ്കിനാണെങ്കിലും മൈക്രോഫോണിനാണെങ്കിലും 7.1 5.1 നമ്മളൊരു നിശ്ചിത സൗണ്ട് ലെവൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ 7.1 ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് 5 നമ്മളുടെ 5.0 സൗണ്ട് അല്ലെങ്കിൽ 5.2 സൗണ്ട് വേണമെങ്കിൽ എനിക്കത് പ്രീസെറ്റ് ഇട്ടിട്ട് ബൈ ഡിഫോൾട്ടായിട്ട് ഇട്ട് വയ്ക്കാൻ സാധിക്കും. അതായത് ഞാൻ ഏത് ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്ന ആ ഓരോ ഓപ്ഷനിലും എനിക്ക് ഇത്ര സൗണ്ടുകൾ ഇട്ട് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാൻ പെട്ടെന്ന് മൈക്ക് ഉപയോഗിക്കണം, എനിക്ക് മൈക്രോഫോണിലേക്ക് മൈക്രോഫോണിലേക്ക് മാറ്റുമ്പോൾ മൈക്രോഫോണിൻ്റെ ആ കോൺഫിഗറേഷനിൽ ഞാൻ എത്ര സൗണ്ടാണ് ഇട്ട് വെച്ചിരിക്കുന്നത് ആ സൗണ്ട് അവിടെ വരും. അതാണ് ഫേഡർ പ്രീസെറ്റ് എന്ന് വെച്ചിട്ടുണ്ട്. പ്രീസെറ്റിൽ അതായത് ബൈ ഡിഫോൾട്ട് ഉള്ള സൗണ്ട്. പണ്ട് കാലത്തിൽ DVD പ്ലെയറുകളൊക്കെ വളരെ പണ്ടത്തെ ചൈനീസ് DVD പ്ലെയറുകളൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അറിയാൻ പറ്റും. ഈ DVD പ്ലെയറുകൾ ഓൺ ആക്കുമ്പോൾ തന്നെ അതൊരു നമ്മളിപ്പോൾ DVD പ്ലെയർ ഓഫ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ശബ്ദം 0ലേക്ക് ആക്കി വെച്ചിട്ടാണ് ഓഫ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും പിന്നീട് അത് ഓണാക്കുന്ന സമയത്ത് അതിൻ്റെ പഴയ സൗണ്ടിലേക്ക് അത് എത്തും. അതേ ഒരു പരിപാടിയാണ് ഇത്. പക്ഷേ ഇവിടെ എൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്ര സൗണ്ട് വേണം എന്നുള്ളത് നമുക്ക് മുൻകൂട്ടി തീരുമാനിച്ച് അത് സേവ് ചെയ്തിടാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഗ്ലോബൽ ഓഡിയോ ഡിലേ 40 ms അത് ഞാൻ കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. 40 ms സ്റ്റാൻഡേർഡാണ്. അത് നിങ്ങളുടെ ഈ ഒരു ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ സൗണ്ട് എഞ്ചിനീയറിങ്ങിൻ്റെ ഡീറ്റെയിലേക്ക് പോകേണ്ടതായിട്ട് വരും. നോൺ സിങ്ക് പ്രോസസ്സിങ് ഔട്ട് കോൺഫിഗറേഷൻ 5.index അതായത് എൻ്റെ കോൺഫിഗറേഷനാണ്. ഞാനിത് എങ്ങനെയാണ് നോൺ സിങ്ക് കോൺഫിഗർ ചെയ്തിട്ടുള്ളതാണ്. ഡ്രൈവ് LFE ഓൺ. ഡ്രൈവ് LFE ഓൺ എന്ന് പറഞ്ഞാൽ ഡ്രൈവിലുള്ള സബൂഫർ ഓൺ ആണെന്നുള്ളതാണ്. ഇൻപുട്ട് ട്രിം 0.0 dB. ഇത് ഈ പറഞ്ഞ സംഭവങ്ങളൊന്നും എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റില്ല പെട്ടെന്ന്, കാരണം അത് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ടെക്നിക്കൽ ഒരു ക്ലാസ്സിലേക്ക് തന്നെ പോകേണ്ടി വരും. അത് കഴിഞ്ഞാൽ EQ പ്രീസെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിലിപ്പോൾ ഈക്വലൈസർ ഞാൻ എന്നാണ് ചെയ്തിട്ടിരിക്കണത് എന്നുള്ള ആ ഡേറ്റാണ്. ഇത് ഇപ്പോൾ ഈ കാണിക്കുന്ന 11 ജനുവരി 2025 എന്നുള്ളത് വേണമെങ്കിൽ എനിക്കത് മാറ്റാൻ പറ്റും. ഞാനിടുന്ന ഒരു കോൺഫിഗറേഷനാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ നിതിൻ ജോർജ് എന്ന് വേണമെങ്കിൽ അവിടെ എഴുതിയിടാൻ പറ്റും. പ്രത്യേകം എന്തെങ്കിലും ഇതിന് കമൻസുകൾ ഉണ്ടെങ്കിൽ കമൻസ് എഴുതിയിടാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ അതിൽ ചെയ്യാൻ പറ്റും. ഇത് EQ പ്രീസെറ്റ് എന്നുള്ള ഞാൻ എഴുതിയിട്ടുള്ളതാണ്. കാരണം ഞാൻ ഓരോ പ്രാവശ്യവും ഇത് ഓരോ 3 മാസത്തിൽ ഞാൻ ചെയ്ത ഡോൾബി അറ്റ്മോസ് തിയേറ്ററുകൾ ഞാൻ ട്യൂൺ ചെയ്യാറുണ്ട്, കാലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഓരോ പ്രാവശ്യവും ഞാൻ ചെയ്യുമ്പോൾ അത് ഓരോ ഡേറ്റ് ഇട്ടിട്ടാണ് ഞാൻ ചെയ്ത് വയ്ക്കാറ്. അത് കഴിഞ്ഞാൽ ഇവിടെ പോയി ബിറ്റ് സ്ട്രീം ഇൻഫോ, സിമ്പിൾ റേറ്റ് അനലോഗ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസ് സ്റ്റാറ്റസ്, ഡോൾബി ഇത് ഈ പറഞ്ഞ ഡിവൈസിന് ഞാനിട്ടിട്ടുള്ള പേരാണ് CP950A DEV1 എന്നിട്ട്. കാരണം വെച്ചാൽ DEV എന്നുള്ളത് തിയേറ്ററിൻ്റെ കോഡാണ്. അത് നമുക്ക് അത് ഈ പേര് എങ്ങനെ വേണമെങ്കിൽ മാറ്റാം. അപ്പോൾ അവിടെ ഒരു പടം സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഓട്ടോമാറ്റിക് മാറിയത് 7.1ലേക്ക് മാറിയത് നിങ്ങൾ ഓട്ടോമാറ്റിക് കാണാൻ പറ്റും. അപ്പോൾ 7.1ലേക്ക് ഇത് മാറി ഓട്ടോമാറ്റിക്. ആ തിയേറ്ററിൽ ഒരു പടം സ്റ്റാർട്ട് ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ ട്രാക്കുകളൊക്കെ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇത് ഓടിക്കൊണ്ടിരിക്കുന്നത് ഡോൾബി 7.1ലാണ്. ഇപ്പോൾ ഡോൾബി അറ്റ്മോസ് കണ്ടന്റ് അല്ല പ്ലേ ആവുന്നത്. ഡോൾബി അറ്റ്മോസ് ആണ് കണ്ടന്റാണ് പ്ലേ ആവുന്നതിൻ്റെ ഡോൾബി അറ്റ്മോസ് കണക്ട് എന്നുള്ളത് ഇവിടെ ഗ്രീൻ കളറാവും. നമുക്ക് ഇതിൻ്റെ താഴേക്ക് പോയി കഴിഞ്ഞാൽ ഇൻപുട്ട് സ്റ്റാറ്റസ് AESൽ നമ്മൾ കൊടുത്തിരിക്കുന്ന 1 to 16 എന്നുള്ള എല്ലാ കണക്ടിവിറ്റികളും ഗ്രീനാണ്. ഇതിലേതെങ്കിലും ഒരു കണക്ടിവിറ്റിക്ക് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ ഗ്രീൻ മാറി അത് യെല്ലോ കളറിലേക്കോ റെഡ് കളറിലേക്കോ മാറും. അതായത് കണക്ടിവിറ്റി പ്രോബ്ലം ഉണ്ടെന്നാണ് കാണിക്കുന്നത്. സ്ക്രീൻ സെർവർ കണക്ഷൻ, അതായത് സ്ക്രീനും നമ്മളുടെ ഈ പറഞ്ഞ സിനിമ തിയേറ്ററിലെ ഉള്ള നമ്മളുടെ സിനിമ സെർവറും ഈ പറഞ്ഞ ഡോൾബി അറ്റ്മോസിൻ്റെ ഈ കണക്ഷൻ കറക്റ്റാണോ എന്നുള്ളത് കാണിക്കുന്ന സ്റ്റാറ്റസാണ് ഈ ഗ്രീൻ കളറിൽ കാണുന്നത്. എന്തെങ്കിലും കണക്ടിവിറ്റി പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ
ഇവിടെ ഈ കളർ മാറും. ഈ കളർ മാറി എന്താ ഉണ്ടാവുക എന്ന് വെച്ചാൽ സാധാരണഗതിയിൽ സിനിമ പ്ലേ ആകും, പക്ഷേ ഡോൾബി അറ്റ്മോസ് വർക്ക് ചെയ്യില്ല. ഈ ഡോൾബി അറ്റ്മോസിന് ഒരു പ്രത്യേകതയുണ്ട്. ഡോൾബി അറ്റ്മോസ് കണ്ടൻറ്റ് തന്നെ നമ്മൾ പ്ലേ ചെയ്യുമ്പോൾ ഈ ഈ പറഞ്ഞ നമ്മളുടെ ഓഡിയോ പ്രോസസ്സറും സിനിമ തിയേറ്ററിൻ്റെ സിനിമ സെർവറായിട്ട് കണക്ഷൻ പോയി കഴിഞ്ഞാൽ നേരെ അത് 5.1ലേക്ക് അത് ഡൈവേർട്ടാവും. അപ്പോൾ ഡൈവേർട്ട് ടു PCM എന്ന് അവിടെ എഴുതി കാണിക്കും. അത് കഴിഞ്ഞ് അതിൻ്റെ അടിയിൽ ഇതിൻ്റെ IP അഡ്രസ്സും കമാൻഡ് കൊടുക്കുന്ന IP അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ്. ഇതിനൊന്നും ശരിക്കും ആവശ്യമില്ല. ഈ IP അഡ്രസ്സും നിങ്ങളുടെ തിയേറ്ററിൽ വേറെ IP ആയിരിക്കും, എൻ്റെ തിയേറ്ററിൽ വേറെ IP ആയിരിക്കും. മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇപ്പോൾ ഒരു പരസ്യം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് ഈ പറഞ്ഞ ഏതൊക്കെ ചാനലുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ പറ്റും. ഡോൾബി അറ്റ്മോസ് പ്ലേ ആകുമ്പോൾ ഇവിടെ ഈ ഗ്രീൻ ലൈറ്റ്, ഇവിടെ ഗ്രീൻ കളറിൽ ഡോൾബി അറ്റ്മോസ് എന്ന് കാണിക്കും. ഡോൾബി അറ്റ്മോസിൻ്റെ ഏതൊക്കെ ട്രാക്കുകൾ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഇവിടെ കാണാൻ സാധിക്കും. ഇത് കഴിഞ്ഞാൽ നമ്മൾ പോകുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഇക്വലൈസറാണ്. ഇക്വലൈസറിൽ പോയി കഴിഞ്ഞാൽ ഇവിടെയാണ് ഇവിടെ ഓട്ടോ EQ എന്നൊരു ഡോൾബി തന്നെ കൊടുക്കുന്നൊരു ഓട്ടോമേറ്റഡ് EQ ഉണ്ട്. ഓട്ടോ EQ ഞാൻ ഉപയോഗിക്കാറില്ല, ഞാൻ ഉപയോഗിക്കുന്നത് ഈ EQ ആണ്. അപ്പോൾ ഈ EQവിൽ പോയി കഴിഞ്ഞാൽ ഓരോ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ഇതിൻ്റെ ചാനൽ, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, ലെഫ്റ്റ്, LC1 എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ ഇവിടെ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. ഇതെൻ്റെ കോൺഫിഗറേഷനാണ്. നിങ്ങളുടെ തിയേറ്ററിൽ ഇത്രയും ചാനൽസിൻ്റെ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളുടെ തിയേറ്ററിൻ്റെ ഡിസൈനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി അറൈസിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെയും ഇതിൻ്റെ കോൺഫിഗറേഷൻ അറൈസാണ് ഈ കാണുന്നത്. അതായത് ഇക്വലൈസറാണ്, ഓഡിയോ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഇക്വലൈസറാണ്. അടുത്തത് ഓഡിറ്റോറിയം എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഓഡിറ്റോറിയത്തിൻ്റെ ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു പരിപാടിയുണ്ട് ഡോൾബി അറ്റ്മോസിൽ. കാരണം ഇതിൻ്റെ ചാനൽ റൂട്ടിംഗ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നതാണ് റൂട്ടിംഗ് എന്ന് പറഞ്ഞ പരിപാടി. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏത് കണ്ടാലും ഒരേപോലെ ഇരിക്കും. അപ്പോൾ അതിൽ വലിയ പ്രത്യേകമൊന്നുമില്ല. അപ്പോൾ ഞാനിതിൽ ആദ്യം ചാനൽ കോൺഫിഗറേഷൻ പറഞ്ഞുതരാം. ഇത് ലെഫ്റ്റ്, LC1, അതുപോലെ ഇവിടെ RC1, R. അതായത് ലെഫ്റ്റ് എന്ന് പറയുന്നത് ഈ ഡോൾബി അറ്റ്മോസിൽ വലിയ തിയേറ്ററുകൾ നമുക്ക് മാൻഡാറ്ററി അല്ല, പക്ഷേ ശരിക്കുള്ള ഡോൾബി കോൺഫിഗറേഷനിൽ സ്ക്രീനിൻ്റെ പിറകിൽ നമുക്ക് 5 ചാനൽ വരും. അപ്പോൾ അത് അധികം ആൾക്കാർ കണ്ടിട്ടുണ്ടോയെന്ന് അറിയില്ല. സാധാരണഗതിയിൽ നമുക്ക് സ്ക്രീനിൻ്റെ പിറകിൽ 3 ചാനലേ ഉള്ളൂ, ലെഫ്റ്റ്, സെൻറ്റർ, റൈറ്റ്. ഡോൾബി അറ്റ്മോസിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ ഉണ്ടാവും, ലെഫ്റ്റ് സെൻറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ടാവും, അത് കഴിഞ്ഞാൽ സെൻറ്റർ ഉണ്ടാവും, അത് കഴിഞ്ഞാൽ റൈറ്റ് സെൻറ്റർ എന്നൊരു ചാനലുണ്ടാവും, അത് കഴിഞ്ഞാൽ റൈറ്റ് എന്നൊരു ചാനലുണ്ടാവും. അങ്ങനെ 5 ചാനൽ ഡോൾബി അറ്റ്മോസിലുണ്ട്. ഞാനിവിടെ ചെയ്തിട്ടുണ്ടത്. അത് കഴിഞ്ഞാൽ LW1, ലെഫ്റ്റ് വൈഡ് 1, ലെഫ്റ്റ് വൈഡ് 2. അത് കഴിഞ്ഞാൽ ഈ 2 സ്പീക്കേഴ്സ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വരുന്ന ട്രാക്ക് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് സറൗണ്ട് 1, ലെഫ്റ്റ് സൈഡ് സറൗണ്ട് 2. ഇത് ഇങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഒബ്ജക്റ്റ് ബേസിൽ വർക്ക് ചെയ്യുന്ന സാധനമായതുകൊണ്ട് ഡോൾബി 7.1 ആകുമ്പോൾ റൈറ്റ് സൈഡിലുള്ള എല്ലാ സ്പീക്കറും ഒരേ സമയം വർക്ക് ചെയ്യും. അതുമാതിരി ലെഫ്റ്റ് സൈഡിലുള്ള എല്ലാ സ്പീക്കറും ഒരേ സമയം വർക്ക് ചെയ്യും. അങ്ങോട്ട് എഫക്റ്റുകൾ പോകും. ഇവിടെ അങ്ങനെയല്ല. ഒരു സൗണ്ട് ഇവിടെ നിന്ന് തുടങ്ങി കഴിഞ്ഞാൽ ഇത് വേണമെങ്കിൽ ഇത് ഇങ്ങനെ കറങ്ങി ഇതിൽ നിന്ന് ഇങ്ങോട്ട് കിടന്ന്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്ന്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിടന്ന്, അങ്ങനെയാണിത് പോവുക. അതേപോലെ സറൗണ്ടിലിരിക്കുന്ന സബ് വൂഫറുകൾ, സബ് 1, സബ് 2, ഞാൻ ലെഫ്റ്റിലും റൈറ്റിലും ഓരോ സബ് വെച്ചിട്ടുണ്ട്. എന്തിനാണ് ആ സറൗണ്ടിലുള്ള സബ് വൂഫർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സെൻറ്ററിൽ നിന്ന് വരുന്ന നമ്മുടെ സ്റ്റേജിൽ നിന്ന് വരുന്ന സബ് വൂഫറായിട്ട് യാതൊരു ബന്ധവുമില്ല. ഈ പറയുന്ന ട്രാക്കുകളിൽ ഈ ലെഫ്റ്റ് സൈഡ് സറൗണ്ടിൽ 1, 2, 3, 4 ഇവിടെ 4 സറൗണ്ട് സ്പീക്കേഴ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ വരുന്ന സൗണ്ടുകളിൽ വരുന്ന ബേസ് എഫക്റ്റ് നമുക്ക് കേൾക്കാനാണ് ഈ സബ് വൂഫർ ഞാൻ വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെയാണ് ഈ ലെഫ്റ്റിലുള്ള അതേ കോൺഫിഗറേഷൻ തന്നെ റൈറ്റിലുള്ളത്. ഇനി ഈ കാണുന്നത് LTS എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. L എന്ന് പറയുന്നത് ലെഫ്റ്റ്, T എന്ന് പറയുന്നത് ടോപ്പ്, S എന്ന് പറയുന്നത് സറൗണ്ട്. അപ്പോൾ ലെഫ്റ്റ് ടോപ്പ് സറൗണ്ട് അല്ലെ ലെഫ്റ്റ് ടോപ്പ് സ്പീക്കർ എന്നിങ്ങനെ എന്ത് വേണമെങ്കിൽ വിളിക്കാം. പക്ഷേ LTS എന്നുള്ളതാണ് അതിൻ്റെ ഒരു ടോപ്പ് സ്പീക്കർ എന്നുള്ളതാണ് അതിൻ്റെ ഒരു, അതായത് മേലെ നമ്മളുടെ ഓവർ ഹെഡ് സ്പീക്കറാണ് ഉദ്ദേശിക്കുന്നത് LTS. അപ്പോൾ LTS1, LTS2, LTS3 എന്ന് പറഞ്ഞിട്ട് 6 സ്പീക്കർ ഉണ്ടായിരിക്കും. അതുമാതിരി RTS1 എന്ന് പറഞ്ഞിട്ട് റൈറ്റ് സൈഡിലുള്ള സ്പീക്കേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും സ്പീക്കറിൻ്റെ കൗണ്ട്സ് വെച്ച് നോക്കുമ്പോൾ ശരിക്കും നമ്മൾ സൈഡിൽ വാളിൽ കൊടുക്കുന്ന സ്പീക്കറിൻ്റെ അതേ കൗണ്ട് തന്നെ ആയിരിക്കണം ടോപ്പിലും എന്നുള്ള ഒരു പ്രിൻസിപ്പിളുണ്ട്. ഇവിടെ അത് ഉപയോഗിക്കാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിറ്റോറിയത്തിൻ്റെ ഡിസൈൻ ഇങ്ങനെ ആയതുകൊണ്ടും ഈ പറഞ്ഞിട്ടുള്ള ഈ ഡിസൈൻ ഓൾറെഡി ഡോൾബി അംഗീകരിച്ചിട്ടുള്ളത് കൊണ്ടാണ് നമ്മളത് ഉപയോഗിക്കുക. ശരിക്കും അവരുടെ സ്റ്റാൻഡേർഡ് പ്രകാരം നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ 6 സ്പീക്കറാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ ടോപ്പിലും അതുപോലെ തന്നെ 6 സ്പീക്കർ ഈക്വലൻ്റായിട്ട് ഉപയോഗിക്കണം എന്നാണ് ഡോൾബി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ സം കേസസിൽ നമുക്ക് അങ്ങനെ ഡോൾബി വൺസ് നമ്മുടെ ഡ്രോയിങ് ഡോൾബി അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡോൾബി വെരിഫൈഡ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് തിയേറ്ററാണ്. സോ നമുക്ക് അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ ലെഫ്റ്റ്
റയർ സറൗണ്ട് 1 2 3 4 4 സ്പീക്കറാണ് ലെഫ്റ്റിലുള്ളത്. അതുപോലെ തന്നെ 4 സ്പീക്കർ റൈറ്റ് റയർ സറൗണ്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കോൺഫിഗറേഷൻ, റൂം കോൺഫിഗറേഷൻ ഉണ്ടാവുക. റൂട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്. അപ്പോൾ നമ്മളിവിടെ റൂട്ട് ചെയ്തിരിക്കുന്ന ചാനലിൻ്റെ നിങ്ങൾക്ക് നമ്പേഴ്സ് വായിക്കാൻ പറ്റും. ഇപ്പോൾ 62 ചാനൽ അല്ലെങ്കിൽ ഈ ഈ നമ്പേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് എത്ര ചാനലാണെന്ന് കൗണ്ട് ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസിൽ ചാനലിൻ്റെ എണ്ണം കൂടിയുണ്ട്, പ്രത്യേകിച്ച് നമുക്ക് സൗണ്ടൊന്നും കിട്ടാൻ പോകില്ല. ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് ചാനലിൻ്റെ എണ്ണം കൂടും, ഓഡിറ്റോറിയത്തിൻ്റെ വലിപ്പം അനുസരിച്ച് ചാനലിൻ്റെ എണ്ണം കുറയും. പക്ഷേ ഡോൾബി അറ്റ്മോസിൻ്റെ എക്സ്പീരിയൻസ് എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു പ്രത്യേകത. റൂം കോൺഫിഗറേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റൂം കോൺഫിഗറേഷൻ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർ ഏതാണെന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. ഡോൾബി അറ്റ്മോസ് ഡിസൈനർ എന്ന് പറഞ്ഞിട്ടുള്ള സോഫ്റ്റ്വെയറിലാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. ഡോൾബിയുടെ തന്നെ ഒരു സർട്ടിഫൈഡ് സോഫ്റ്റ്വെയറാണ്, സർട്ടിഫൈഡ് എഞ്ചിനീയേഴ്സിന് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ്. ഇവിടെ ഡിസ്റ്റൻസ്, ഇവിടെ നമ്മൾ സ്ക്രീൻ ഡിസ്റ്റൻസ് ഫ്രം റയർ വാൾ ടു തിയേറ്റർ എത്ര മീറ്റർ ആണെന്നും ആവറേജ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സറൗണ്ട് സ്പീക്കേഴ്സ്, ഇതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് മെഷർമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുക്കണം. ഇതിവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കോൺഫിഗറേഷനിലേക്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ അത് കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇത് ഞാൻ ഡിസേബിൾ, ഇപ്പോൾ അവിടെ മൂവി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഞാൻ ഡിസേബിൾ ചെയ്തിട്ടിരിക്കുകയാണ്. ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഓഡിറ്റോറിയത്തിൽ സൗണ്ടിനെ അത് ബാധിക്കും. സോ ഇത് ഞാൻ നിങ്ങൾക്കൊരു ഈ ഒരു വീഡിയോ കൂടെ ഞാൻ ബേസിക് പറഞ്ഞു തരുന്നുള്ളൂ, ഡീറ്റെയിൽ ആയിട്ടൊന്നും എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല, കാരണം അത് നിങ്ങൾക്ക് കൂടുതൽ കൺഫ്യൂഷൻ ഉണ്ടാക്കും. ഇത് സറൗണ്ട് സ്പീക്കറിൻ്റെ അറേ ഡിലേ ആണ്, അതായത് ഓഡിയോ ഡിലേ എത്ര വേണമെന്നുള്ളതാണ്. ലെഫ്റ്റ് റൈറ്റ് സറൗണ്ടിന് 17 മില്ലി സെക്കൻഡ്. അതുപോലെ അത് ഞാൻ കാൽക്കുലേറ്റ് ചെയ്ത് എൻ്റെ ഒരു മീറ്റർ വെച്ച് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ള വാല്യൂസാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതൊന്നും നിങ്ങളുടെ തിയേറ്ററിൽ അതുപോലെ ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിലേക്ക് പോകാം. സിസ്റ്റം എന്ന് പറഞ്ഞാൽ അതിലേക്ക് പോയി കഴിഞ്ഞാൽ പ്രിഫറൻസ്. ഈ പ്രിഫറൻസിൽ പോയി കഴിഞ്ഞാൽ മ്യൂട്ട് ഡ്യൂറേഷൻ, ഡോൾബി അറ്റ്മോസ് കണക്റ്റിൻ്റെ പ്രോട്ടോക്കോൾ, അത് ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ഡിവൈസ് വയ്ക്കാം, അതല്ലെങ്കിൽ A67 വയ്ക്കാം. അപ്പോൾ ഈ ഏതാണ് നമ്മൾ വെച്ചിരിക്കുന്നത് എന്നുള്ള ആ ഒരു സെറ്റപ്പാണ് ചോദിക്കുന്നത്. പിന്നെ സെൻട്രൽ ചാനൽ ബൈപ്പാസ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞാൻ ബൈപ്പാസ് ചെയ്തിട്ടില്ല. ബൈപ്പാസ് ചെയ്ത് കൊടുക്കാൻ വേണമെങ്കിൽ പവർ ഓൺ മോഡ്, സ്റ്റാർട്ടപ്പ് മാക്രോ, ലാസ്റ്റ് സെറ്റിങ്സ്, അതായത് നമ്മളിപ്പോൾ ഈ അറ്റ്മോസ് പ്രോസസ്സർ ഞാൻ ഓഫ് ചെയ്ത് ഓണാക്കി കഴിഞ്ഞാലും പഴയ സെറ്റിങ്സിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് ഇവിടെ ഞാൻ സെറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. ഡോൾബി അറ്റ്മോസിൻ്റെ പ്ലേ ബാക്ക്, സെർവർ കമ്പാറ്റബിലിറ്റി, മോഡ് 1, ഇങ്ങനെ ഇവിടെ 3 മോഡുകളുണ്ട്. GDC അങ്ങനെ ക്യൂബ് സെർവറുകൾക്ക് വേറെ മോഡും, ബാർക്കോൻ്റെ ഞാനിവിടെ ICMP ആണ് ഉപയോഗിക്കുന്നത്, അതിന് മോഡ് 1ഉം, ഡോൾബിയുടെ ആണെങ്കിൽ ഡിഫോൾട്ടൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ 3-4 മോഡൽ. ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഡോൾബി അറ്റ്മോസിൻ്റെ പ്രോപ്പർ ട്രെയിനിങ് എടുക്കണം. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാണ്. ഇതിലൊന്നും കയറി നിങ്ങൾ ആരും പണി പഠിക്കരുത്. ഇതിനകത്ത് കയറി ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇത് ഇൻസ്റ്റാൾ ചെയ്ത് എഞ്ചിനീയർ വിളിക്കേണ്ടി വരും. എന്നെ വിളിച്ചിട്ട് കാര്യമില്ല, കാരണം ഞാൻ നിങ്ങളുടെ തിയേറ്ററിലെ വർക്കുകൾ ചെയ്യില്ല. ഞാൻ ചെയ്യാത്ത തിയേറ്ററാണെങ്കിൽ ഞാനത് കൈയടത്തില്ല. ഇൻ്റർഫേസ് സെറ്റിങ്സ്, ഫ്രണ്ട് ലോക്ക്, പാനൽ ലോക്ക് ലോക്ക് ചെയ്തിട്ടുണ്ടോ, ലോക്ക് ചെയ്തിട്ടില്ല, ലോക്ക് പിന്നെ വേണമെങ്കിൽ എനിക്കത് ഈ പറഞ്ഞ നമ്മളുടെ ഡോൾബി അറ്റ്മോസിൻ്റെ ഈ പറഞ്ഞ ടച്ച് സ്ക്രീൻ വേണമെങ്കിൽ എനിക്ക് ലോക്ക് ചെയ്യാൻ സാധിക്കും. ലോക്ക് ചെയ്തതിന് പിന്നെ സെറ്റ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെ അവിടെ ഡിസ്പ്ലേ IP അഡ്രസ്സ് കാണിക്കണോ വേണ്ടയോ എന്നുള്ളതൊക്കെ എനിക്കിവിടെ, അതായത് നമ്മളുടെ ഈ സ്ക്രീൻ, ഈ ഓഡിയോ പ്രോസസ്സറിൻ്റെ സ്ക്രീനിൽ എന്തൊക്കെ എഴുതി കാണിക്കണമെന്ന് എനിക്ക് ഇവിടെ നിന്ന് തന്നെ അത് ചെയ്യാൻ പറ്റും. വെബ് യൂസർ ഇൻ്റർഫേസ് കോൺഫിഗറേഷൻ, വെബ് UI അപ്ഡേറ്റ് ഫ്രീക്വൻസി 100 മില്ലി സെക്കൻഡിൽ അത് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. അലേർട്സ് വേണമെങ്കിൽ അലേർട്സ് കാണിക്കും. വോളിയം ലെവൽ ഡിസ്പ്ലേ, ഡോൾബി ഫെഡർ ലെവലിൽ കാണിക്കുന്ന ഡോൾബി ഫെഡർ ലെവലിൽ കാണിക്കാം, DBയിൽ കാണിക്കുന്ന DBയിൽ കാണിക്കാം. അതായത് നമ്മളുടെ ഓഡിയോ പ്രോസസ്സറിൻ്റെ സൗണ്ട് ലെവൽ കാണിക്കുന്നത് ഇപ്പോൾ നമ്മൾ 4, 4.1, 4.2, 4 അങ്ങനെ 4.5 അങ്ങനെയൊക്കെയാണ് കാണിക്കുക. 5, 5.1 അങ്ങനെയാണ് അതിൻ്റെ ഒരു ഡോൾബി റെഫറൻസ് ലെവൽ കാണിക്കുന്നത്. എനിക്കത് വേണമെങ്കിൽ DBയിലേക്ക് മാറ്റാം. DBയിലേക്ക് മാറ്റിയ 0 dB, -8, -9 എന്ന് പറഞ്ഞിട്ട്. കാരണം ഞങ്ങൾ സൗണ്ട് എഞ്ചിനീയേഴ്സ് ഈ ശബ്ദം കാൽക്കുലേറ്റ് ചെയ്യുന്നത് DBയിലാണ്, ഡിസബിളിലാണ്. സോ എനിക്ക് വേണമെങ്കിൽ ഇത്ര dB സൗണ്ട് വയ്ക്കാം. എനിക്ക് ഇങ്ങനെ പറയാം, നിങ്ങൾ ഒരു പടത്തിന് ഇപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഈ അജയൻ്റെ 2ാം വർഷം ഇറങ്ങിയ സമയത്ത് എൻ്റെ സൗണ്ട് എഞ്ചിനീയർ പറഞ്ഞു, നിങ്ങൾ ഈ പടം 6.0 പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ പണി എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി ജോർജിൻ്റെ പടം ഇറങ്ങിയപ്പോൾ അതിൻ്റെ എഞ്ചിനീയർ പറഞ്ഞു നിങ്ങൾ 6.0 പ്ലേ ചെയ്യണം, അല്ലെങ്കിൽ 4.5 പ്ലേ ചെയ്യണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു. പക്ഷെ അത് തെറ്റായൊരു ഇൻഫോർമേഷൻ ആയിരുന്നു. അങ്ങനെ ഒരിക്കലും സിനിമ തിയേറ്ററിൽ പറയരുത്. പല തിയേറ്ററിൻ്റെയും കോൺഫിഗറേഷൻ ലെവൽ വ്യത്യാസം ഉണ്ടായിരിക്കും. ഇപ്പോൾ 6.0 പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞൊരു തിയേറ്ററിൽ നമ്മളിപ്പോൾ ഈ പറഞ്ഞ 6.0 എന്ന് പറഞ്ഞ ഡോൾബിയുടെ ഫീഡർ റെഫറൻസ് ലെവലാണ്. എല്ലാ തിയേറ്ററിലും ഇത് തന്നെ ഉപയോഗിക്കണം എന്നൊരു നിർബന്ധമില്ല. ഞാൻ ഇത് മാറ്റി DB ലെവലിലേക്ക് മാറ്റിയിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ 6.0 എന്ന് എഴുതി കാണിഞ്ഞോർത്ത് DB ലെവലായിരിക്കും കാണിക്കുക. അപ്പോൾ ഇത്ര DBയിൽ പ്ലേ ചെയ്യണമെന്ന് പറയണതായിരിക്കും കുറച്ചും കൂടി സ്റ്റാൻഡേർഡ്. അപ്പോൾ
സ്റ്റാൻഡേർഡ് കോൺഫിഗറേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ DB ഉപയോഗിച്ചാൽ മതിയായിരിക്കും. അടുത്ത ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഗാണ്. ലോഗ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നമുക്കൊരു ഇൻറ്റേർണൽ ക്ലോക്കിൻ്റെ ആവശ്യം ഇതിനകത്തുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇതിപ്പോൾ ഈ കാണുന്ന ഈ പറഞ്ഞ ഇവിടെ ഡേറ്റ് നോക്കാം, ഇൻഫർമേഷൻ നോക്കാം, ഓഡിയോ പൈപ്പ് ലൈൻ, ഇവിടെ എന്താണ് മെസ്സേജ്, എന്തൊക്കെയാണ് ഇവിടെ നടന്നിരിക്കുന്നത് എന്നുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കിട്ടും. അതായത് നമ്മൾ ഈ ഈ ഓഡിയോ പ്രോസസ്സർ എന്ന് മേടിച്ചോ അന്ന് മുതൽ ഇന്നേ വരെയുള്ള ഈ നിമിഷം വരെ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷം വരെയുള്ള ഓരോ കാര്യങ്ങളും ഇതിനകത്ത് ലോഗഡായിരിക്കും. നമുക്കത് വേണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് അനലൈസ് ചെയ്ത് നോക്കാൻ പറ്റും. യൂസർ ആക്സസ്, അടുത്ത് യൂസർ ആക്സസ് ആണ്. യൂസർ ആക്സസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിലവിൽ ഞാൻ നേരത്തെ പറഞ്ഞു അഡ്മിൻ, ടെക്നീഷ്യൻ, മാനേജർ, ഓപ്പറേറ്റർ. എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ അഡ്മിൻ യൂസർ എടുത്ത് മാറ്റി. ഇപ്പോൾ എനിക്കിവിടെ ഒരു ഫിലിം ഓപ്പറേറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പറേറ്റർക്ക് പ്രത്യേകം യൂസർ നെയിം പാസ്വേഡും വെച്ച് കൊടുക്കാം, മാനേജർക്ക് പ്രത്യേകം യൂസർ നെയിം പാസ്വേഡും വെച്ച് കൊടുക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിൽ ചെയ്ത് വയ്ക്കാം. അപ്പോൾ കാരണം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണിത് ഉപയോഗിച്ചതെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഡ്യൂട്ടിയിലില്ലാത്ത സമയത്ത് വേറൊരാൾ ഇതിനെടുത്ത് പണി പഠിച്ചിട്ടുണ്ടെങ്കിൽ അവനിതിൻ്റെ എൻ്റെ പാസ്വേഡ് ഇല്ലാതെ അവന് ലോഗിൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അവൻ്റേതായ പാസ്വേഡ് വേണം. അപ്പോൾ അങ്ങനെ എനിക്ക് പ്രത്യേകം യൂസേഴ്സിനെ ക്രിയേറ്റ് ചെയ്ത് തരാം. ഇതൊക്കെ ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന എല്ലാവർക്കും അറിയാം. കമ്പ്യൂട്ടറിലൊക്കെ നമുക്ക് എത്ര യൂസർ വേണേലും നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റും. അടുത്തത് നെറ്റ്വർക്ക് ഓപ്ഷൻ. നെറ്റ്വർക്ക് ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ വാണിംഗ് ആണ് ഈ കാണിക്കുന്നത്. നമ്മളുടെ NTP സെർവറിൽ ടൈം ഇതിന് അപ്ഡേറ്റ് ആയിട്ടില്ല എന്നുള്ള വാണിംഗ് ആണ് കാണിക്കുന്നത്. അത് ഒരു ഇമ്പോർട്ടൻറ്റ് പ്രശ്നമൊന്നുമില്ല. ടൈം അപ്ഡേറ്റ് ആയാലും വലിയ വിഷയങ്ങളൊന്നുമില്ല. പക്ഷേ അതൊരു കാണിക്കുകയാണ്, ഒരു വാണിംഗ് ആയിട്ട് കാണിക്കുകയാണ്. ഇവിടെ പോയാൽ ഇതിൻ്റെ ഹോസ്റ്റ് നെയിം, ഇവിടെയാണ് നമ്മൾ ഈ സിസ്റ്റത്തിൻ്റെ പേരിടുക. ഞാനിവിടെ ഈ CP950DEV1 ഇട്ട് വെച്ചിട്ടുള്ളത് എൻ്റെ കോഡാണ്. ഇപ്പം നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആരിസ് പ്ലസ് തിയേറ്ററിൽ ഞാൻ കോൺഫിഗർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഞാനിപ്പോൾ CP950 ആരിസ് പ്ലസ് OD1 എന്ന് എനിക്ക് കൊടുക്കാം, OD2 എന്ന് കൊടുക്കാം. അല്ലെങ്കിൽ PVR കൊച്ചി, PVRൻ്റെ തിയേറ്റർ എടുക്കുകയാണെങ്കിൽ PVR കൊച്ചിയിലുണ്ട്, കോയമ്പത്തൂരുണ്ട്, അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് PVR കൊച്ചി 1 OD1 അല്ലെങ്കിൽ OD2 അല്ലെങ്കിൽ PVR കോയമ്പത്തൂർ OD1 അങ്ങനെ കൊടുക്കാം. അത് ഞാൻ ഇതൊക്കെ എക്സാമ്പിളായിട്ട് പറയുന്നതാണ്. നമുക്കൊരു ഹോസ്റ്റ് നെയിം എങ്ങനെ കൊടുക്കാം. NTP സെർവർ എന്ന് പറയുന്നത് നേരത്തെ മറ്റേ ടൈമിൻ്റെ കൊടുക്കാനുള്ള ആ സെർവറാണ്. അത് നമ്മളിവിടെ ഇട്ട് വെച്ചിട്ടില്ല. അതും വേണമെങ്കിൽ അത് കൊടുക്കാമെന്നുള്ളൂ. ഇതാണ് കമാൻഡിങ് IP അഡ്രസ്സ്. ഈ ഡിവൈസിൻ്റെ IP അഡ്രസ്സ് നമ്മൾ മേടിക്കുമ്പോഴുള്ള ഡിഫോൾട്ട് IP വേറെ ആയിരിക്കും. 192 സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു IP ആയിരിക്കും. ഇത് ഞാൻ എൻ്റെ നെറ്റ്വർക്ക് റേഞ്ച് എന്താണോ അതിലേക്ക് മാറ്റിയിട്ടുള്ളതാണ്. കാരണം എന്താ വെച്ചാൽ എനിക്കിവിടെ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് എല്ലാ സിസ്റ്റങ്ങളിലേക്കും ആക്സസ് കിട്ടാനായിട്ട് ഞാൻ ഇതേ IP റേഞ്ച് വെച്ചിട്ടാണ് എല്ലാ സൗണ്ട് സിസ്റ്റം ചെയ്തിരിക്കുന്നത്. ഇവിടെ 10.8.2.12 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12 എന്നുള്ളത് ഞാൻ സിനിമ നമ്പർ 1 ഉപയോഗിക്കുന്നുണ്ട്. സിനിമ നമ്പർ 2 വരുമ്പോൾ അത് 13 ആവും, സിനിമ നമ്പർ 3 14 ആവും. അങ്ങനെ എനിക്ക് എങ്ങനെ വേണമെങ്കിൽ അത് കോൺഫിഗർ ചെയ്യാൻ സാധിക്കും. ഇതേപോലെ തന്നെയാണ് ഡോൾബി അറ്റ്മോസിൻ്റെ IP അഡ്രസ്സും SNMPയുടെ IP അഡ്രസ്സ്. SNMP ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നില്ല. ഡോൾബി അറ്റ്മോസിൻ്റെയൊക്കെ IP റേഞ്ച് എന്ന് പറയുന്നത് ഒരേ റേഞ്ച് ആയിരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഒരു കമ്പ്യൂട്ടറിൽ ഇതെല്ലാം കൂടി ഉപയോഗിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾക്കിവിടെ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീൻ നോക്കിയാൽ കാണാൻ പറ്റും. ഇവിടെ 1, 2, 3, 4, 5 അതുപോലെ തന്നെ ഡോൾബി അറ്റ്മോസിൻ്റെ കണക്ടിവിറ്റി എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. അത് എല്ലാം ഒരു IP റേഞ്ച് ആയതുകൊണ്ടാണ് ഇവിടെ എനിക്ക് ഒറ്റയടിക്ക് ഉപയോഗിക്കാം. ഏത് തിയേറ്റർ വേണമെങ്കിൽ ഇവിടെ നിന്ന് തുറക്കാൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടുത്തത് മെയിൻ്റനൻസിലേക്ക് കടന്ന് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ സ്റ്റാറ്റസ് കാണിക്കും. ടെമ്പറേച്ചർ, സെൻസറിൻ്റെ ടെമ്പറേച്ചർ, പവർ സപ്ലൈ ഫ്രണ്ട് 21 സെൽഷ്യസ് മാക്സ്. അതായത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഓഡിയോ പ്രോസസ്സർ ഇരിക്കുന്ന സ്ഥലത്തെ ക്ലൈമറ്റാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്ര ക്ലൈമറ്റിൽ ഇത് വർക്ക് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ അവിടെ വല്ലാണ്ട് ചൂട് കൂടി കഴിഞ്ഞാൽ നമ്മളുടെ പ്രോസസ്സറിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. പവർ സപ്ലൈയുടെ ബാക്ക് സൈഡിൽ ഇത്രയും സെൽഷ്യസ്, അതുമാതിരി ഓരോന്നിൻ്റെയും ഈ ടെമ്പറേച്ചറോടെ കാണിക്കും. ഇതെന്തെങ്കിലും ടെമ്പറേച്ചർ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ റെഡ് കളറുള്ളത് ഓറഞ്ച് ആവും, പിന്നെ അത് റെഡ് ആവും. ഓറഞ്ച് എന്ന് പറഞ്ഞാൽ വാണിങ്ങും, റെഡ് എന്ന് പറഞ്ഞാൽ ഇത് ഫെയിലിയറുമാണ്. ഫാൻ സ്പീഡ് കാണിക്കുന്നത് നമ്മളെ പവർ സപ്ലൈ 1ൻ്റെ അവിടെയുള്ള ഫാൻ സ്പീഡ്, അത് ഇതിനകത്തുള്ള ഫാനുകളുടെ എത്ര RPM-ലാണ് അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് കാണിക്കും. ഇതൊക്കെ ഇങ്ങനെ മാറ്റം വന്നുകൊണ്ടിരിക്കും. RPM-ലൊക്കെ ചെറിയൊരു വേരിയേഷനൊക്കെ വരും. പക്ഷേ സ്റ്റാറ്റസ് ഗ്രീൻ ആയിരിക്കണം എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത്. ഇതിൻ്റെ കോൺഫിഗറേഷൻ, നമ്മളൊരു സിസ്റ്റത്തിൻ്റെ കംപ്ലീറ്റ് കോൺഫിഗറേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ ക്രിയേറ്റ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ഞാൻ ക്രിയേറ്റ് ബാക്കപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. ക്രിയേറ്റ് ബാക്കപ്പ് ഇട്ട് കൊടുത്താൽ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കപ്പ് ഇവിടെ കൊണ്ടുവന്ന് ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പഴയ സെറ്റിങ്സ് വീണ്ടും തിരിച്ച് കിട്ടും. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അടുത്തത് അപ്ഗ്രേഡ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. അപ്ഗ്രേഡ് എന്ന് പറയുന്നത് നമ്മളുടെ സിസ്റ്റം അപ്ഗ്രേഡാണ്. നമുക്ക് പുതിയ സോഫ്റ്റ്വെയറുകൾ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ പുതിയ സോഫ്റ്റ്വെയറിനെ ഡോൾബിന്ന് അയച്ചു തരും. ഡോൾബിന്ന് തിയേറ്ററിലേക്ക് അയച്ചു തരില്ല, എഞ്ചിനീയേഴ്സ് ഞങ്ങൾക്ക് അയച്ചു തരും. ഇപ്പം ഞാൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള തിയേറ്ററുകളാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇത് ഓൾറെഡി അവർക്ക്
സപ്പോർട്ട് കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, അവരായിട്ട് എനിക്ക് എഗ്രിമെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഞാൻ അവർക്ക് ഇതിൻ്റെ സോഫ്റ്റ്വെയർ അവിടെ കൊണ്ടുപോയി അപ്ഗ്രേഡ് ചെയ്ത് കൊടുക്കും. പുതിയ വെർഷൻസ് വരുമ്പോൾ പുതിയ പടങ്ങളൊക്കെ വരുമ്പോൾ ഇതിൽ ഡോൾബിയിലൊക്കെ പല മാറ്റങ്ങളും വരാറുണ്ട് സിസ്റ്റങ്ങളിലൊക്കെ. അതിൻ്റെ വർക്കിംഗ് രീതിയൊക്കെ കുറച്ചുകൂടി മെച്ചപ്പെടുത്തിയിട്ടൊക്കെ ഒരു സോഫ്റ്റ്വെയറുകൾ ഡെവലപ്പ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ അവിടെ കൊണ്ടുപോയി അപ്ലോഡ് ചെയ്ത് കൊടുക്കും. അതൊക്കെയാണ് ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലാസ്റ്റ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ്, ഞാൻ ഇൻസ്റ്റലേഷൻ ഡേറ്റ് എന്ന് പറയുന്നത് 12/13/2024 ഇത് ഇൻസ്റ്റാൾ ചെയ്തത്. ഇഷ്യൂ ഡേറ്റ് എന്ന് പറയുന്നത് 9/23 ഇത് 2 ഡേറ്റുകളാണ്. അതായത് നമ്മൾ മുമ്പ് അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയറുകളുടെയൊക്കെ ഡേറ്റുകളാണത്. അടുത്ത എനേബിൾമെൻറ്റ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡോൾബി അറ്റ്മോസിൻ്റെ പ്ലേ ബാക്കിൻ്റെ എനേബിൾമെൻ്റ് ആണ്. അതായത് ഡോൾബി അറ്റ്മോസിൻ്റെ ലൈസൻസ് എന്ന് പറയും. നമ്മുടെ നാട്ടിൽ ഇതൊരു 10 ലക്ഷമൊക്കെ മേടിച്ച് സൗണ്ട് എഞ്ചിനീയേഴ്സ് പറ്റിക്കുന്നുണ്ട്. സത്യത്തിൽ അത്ര വിലയൊന്നുമില്ല. പക്ഷേ എത്രയാണ് വില എന്ന് എനിക്കിവിടെ പറയാൻ സാധിക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനതിൻ്റെ വില പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലെ പല തിയേറ്റർ ഓണർമാരും ഞെട്ടും. അതുകൊണ്ട് ഞാൻ അതിൻ്റെ വില ഇവിടെ പറയുന്നില്ല. ഓക്കെ, ഇൻസ്റ്റാൾ എനേബിൾമെൻറ്റ്സ് കോഡ്. അതായത് നമ്മൾ ഡോൾബി അറ്റ്മോസ് ലൈസൻസ് ഇടുന്നത് ഇവിടെയാണ്. ഡോൾബി അറ്റ്മോസ് കണക്റ്റിൻ്റെ വാലിഡിറ്റി 2023 ഇതിന് ഞാൻ ലൈസൻസ് മേടിച്ചത്. അത് ഞാനിപ്പോൾ ഈ ഇരിക്കുന്ന തിയേറ്റർ 25 ഓപ്പൺ ചെയ്തത്. പക്ഷേ 23 ലൈസൻസ് മേടിച്ചത്. കാരണം 23 കംപ്ലീറ്റ് ഇൻസ്റ്റലേഷൻ കഴിഞ്ഞിരുന്നു. തിയേറ്ററിൻ്റെ ഒക്കെ മൊത്തം പണിയല്ല, ഈ ഡോൾബി അറ്റ്മോസിൻ്റെ പ്രോസസ്സർ നമ്മൾ ഓൾറെഡി മേടിച്ചൊരു സ്ഥലത്ത് ഉപയോഗിച്ചിരുന്നു. ആ പ്രോസസ്സറാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവരുടെ തന്നെ തിയേറ്ററിലാണത്, ഇവരുടെ തന്നെ സ്ഥലത്തായിരുന്നു ആ പ്രോസസ്സർ ഇരുന്നിരുന്നത്. അത് ഇവിടേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇതിൻ്റെ വാലിഡിറ്റി 2023 മുതൽ 2036 വരെയാണ്. അപ്പോൾ അതിൻ്റെ ഈ 36 കഴിഞ്ഞാൽ ഈ സാധനം എക്സ്പയർ ആവും. 36 എക്സ്പയർ ആയി കഴിഞ്ഞാൽ പുതിയ നമ്മൾ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ ഓഡിയോ പ്രോസസ്സറിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളുടെ വാലിഡിറ്റി നോക്കാം. മെയിൻ്റനൻസിൽ കയറുക, എനേബിൾമെൻറ്റ്സിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിൻ്റെ വാലിഡിറ്റി അറിയാൻ പറ്റും. നിങ്ങളുടെ ഡോൾബി അറ്റ്മോസ് വാലിഡ് ആണോ എന്നുള്ളത് ഇത് വെച്ച് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഇത് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ സാധ്യതയില്ല. അടുത്ത ഓപ്ഷൻ റീബൂട്ട് എന്നൊരു ഓപ്ഷനാണ്. നമുക്ക് ഇൻ കേസ് ഈ സിസ്റ്റം റീബൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരെ പോയി പവറിൽ പോയി ഞെക്കി അതിൻ്റെ പവർ കേബിൾ ഒരു റീബൂട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. റീബൂട്ട് പോയി ഇവിടെ റീബൂട്ട് എന്നൊരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റീബൂട്ട് ആയിക്കോളും. 5-10 മിനിറ്റ് എടുക്കും റീബൂട്ടായി വരാനായിട്ട്. ഇത് ലാസ്റ്റ് ബൂട്ടഡ് ഓൺ 2025 4th 14. അതായത് ഞാൻ ഏപ്രിൽ 14 ഈ പറഞ്ഞ 10-19 ഞാൻ റീബൂട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ടൈം കാണിക്കുന്നത്. അപ്പം നിങ്ങളുടെ സിസ്റ്റം ലാസ്റ്റ് എപ്പോഴും റീബൂട്ട് ആയിക്കണം എന്നുള്ളതൊക്കെ അതിനകത്ത് കാണിക്കും. അടുത്തത് ഡൗൺലോഡ്സ് ആണ്. ഡൗൺലോഡ്സിൽ വളരെ സിമ്പിളായിട്ട് ഉള്ള കാര്യങ്ങളാണ്. ഡോൾബി ഇതിൻ്റെ മാനുവൽ നിങ്ങൾക്ക് അത്യാവശ്യം, നിങ്ങൾക്ക് എന്തെങ്കിലും മാനുവൽ വേണമെങ്കിൽ മാനുവൽ മേടിക്കാം. തേർഡ് പാർട്ടി സോഫ്റ്റ്വെയർ ഡോക്യുമെൻറ്റ്സ് വേണമെങ്കിൽ ഡോക്യുമെൻറ്റ്സ്, ഡോൾബി ഡിസൈനറിൻ്റെ സോഫ്റ്റ്വെയർ, വിൻഡോസ്, ഇതൊക്കെ നിങ്ങൾക്ക് മേടിക്കാം. അതായത് ഇതിൻ്റെ സോഫ്റ്റ്വെയറുകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും. അടുത്ത സപ്പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വേറെ ഒന്നുമില്ല. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും അർജൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാളറെ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാനുള്ളതാണ് ഈ ഡീറ്റെയിൽസ്. ഇതൊക്കെ അല്ലെങ്കിൽ നിങ്ങളൊരു തിയേറ്റർ ഓണറാണെങ്കിൽ cinema.support@dolby.com എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ ഇതിലേക്ക് മെയിൽ അയച്ചാൽ നിങ്ങൾക്ക് ഇതിൻ്റെ സപ്പോർട്ട് കിട്ടും എന്നുള്ളതൊക്കെയാണ് ഇതിന് പറയുന്നത്. ഇതിൻ്റെ ഒരു കസ്റ്റമർ സർവീസ് ഓപ്ഷൻ പോലെയാണ് ഇത് പറയുന്നത്. പക്ഷേ നിങ്ങളതിനകത്തേക്ക് മെസ്സേജ് അയച്ചിട്ട് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഉണ്ടാവില്ല. അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പേർട്ടിൻ്റെ സഹായം നിങ്ങൾക്ക് ആവശ്യമായി വരും. അപ്പോൾ ഇത്രയൊക്കെയാണ് CP950Aയുടെ വിശേഷങ്ങൾ. ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡോൾബി അറ്റ്മോസ് എനേബിൾ ആകുമ്പോൾ ഇവിടെ ഗ്രീൻ കളറാവുന്നത്. ഇപ്പോൾ ഇവിടെ തണ്ടർ ബോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള പടമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. തണ്ടർ ബോൾട്ടിൻ്റെ ഡോൾബി അറ്റ്മോസ് വെർഷനാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് പടം കളിച്ചുകൊണ്ടിരിക്കുന്നത് ഗ്രീൻ ആവും. ഇവിടെ ചാനൽസൊക്കെ വർക്ക് ചെയ്യും. മെയിൻ ഓഡിയോ ഫ്രെയിംസ്, അതായത് ഡോൾബി അറ്റ്മോസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ 7.1 ഡോൾബി അറ്റ്മോസ് വ്യത്യസ്തമാണത് എവിടെയാണെന്ന് വെച്ചാൽ ഡോൾബി അറ്റ്മോസിന് വീഡിയോയ്ക്ക് ഫ്രെയിമുള്ള പോലെ തന്നെ ഓഡിയോയ്ക്കും ഫ്രെയിം ഉണ്ടാവും. അപ്പോൾ ഈ വീഡിയോ ഫ്രെയിമും ഓഡിയോ ഫ്രെയിമും കൂടി സിങ്ക് ആകുമ്പോഴാണ് ഡോൾബി അറ്റ്മോസ് കണ്ടന്റ് പ്ലേ ആവും. അതുകൊണ്ടാണ് ഇത് പ്രീമിയം സൗണ്ട് ഫോർമാറ്റ് ആവുന്നതും ലൈസൻസ്ഡ് സൗണ്ട് ഫോർമാറ്റ് ആവുന്നതിൻ്റെ കാരണം അതാണ്. ഇപ്പോൾ ഈ സിനിമയ്ക്ക് വീഡിയോ ഫ്രെയിംസ് ഓടുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഇവിടെ നമുക്ക് ഓഡിയോ ഫ്രെയിംസും കാണാൻ സാധിക്കും. കണ്ടോ? അപ്പോൾ ഇങ്ങനെ കുറച്ച് പ്രത്യേകതകളൊക്കെ ഡോൾബി അറ്റ്മോസിനുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ LTS RTS ഒക്കെ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. അതായത് ടോപ്പ് സ്പീക്കറുകളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇവിടെ ഈ കാണുന്ന ഈ സിഗ്നൽ ഉള്ളത് കൊണ്ട് ഇത് വർക്ക് ചെയ്യണം നിർബന്ധമില്ല. ഇവിടെ നിന്ന് പോകുന്ന സിഗ്നൽ ആംപ്ലിഫയറിലേക്ക് ഉണ്ടെന്നാണ് കാണിക്കുന്നത്. ആംപ്ലിഫയറും പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പുവരുത്തണം എന്ന് ഞാൻ ദയവായി പറയുകയാണ്. അപ്പോൾ ഈ വീഡിയോ കുറച്ച് നീണ്ടുപോയി. ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു പുതിയ അറിവായി, ഒരു പുത്തൻ അറിവായിട്ട് ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ഇനിയും വീഡിയോസ് ചെയ്യാൻ ഞാൻ ശ്രമിക്കാം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. നിങ്ങൾക്ക് ഇനി കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം.
എനിക്ക് പറ്റാവുന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു തരും. പക്ഷേ അനാവശ്യമായിട്ടുള്ള ചോദ്യങ്ങൾ, ഇപ്പോൾ കൈരളി തിയേറ്ററിൽ ഏതാണ് പ്രൊജക്ടർ, രാഗം തിയേറ്ററിൽ ഏതാണ് പ്രൊജക്ടർ, മറ്റേ ഇവരെന്നാണ് തുറക്കുക അവരെന്നാണ് തുറക്കുക, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവോയ്ഡ് ചെയ്യുക. ഞാൻ ഈ വക തിയേറ്ററുകളൊന്നും ഫോളോ ചെയ്യാറില്ല. ഞാൻ എൻ്റേതായ വഴിക്ക് പോവുകയാണ്. കേരളത്തിലെ തിയേറ്ററുകളിൽ ഇരിക്കുന്ന അവസ്ഥകൾ എന്താണെന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ആ തിയേറ്ററിൽ എന്ത് പ്രൊജക്ടറാണ് വെച്ചിരിക്കുന്നത് അങ്ങനത്തെ ഡീറ്റെയിൽസൊന്നും എനിക്കറിയില്ല. ഞാൻ അങ്ങനത്തെ ഡാറ്റാസ് കളക്ട് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും എൻ്റെ നോളജ് നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളതാണ് എൻ്റെ ഈ ഒരു ചാനലിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ സർവീസുകൾ ആവശ്യമുള്ളവർക്ക് എന്നെ നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ എന്നെക്കൊണ്ട് സാധിക്കുന്ന സർവീസുകളാണെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും പണം മേടിച്ച് ഞാൻ നിങ്ങൾക്ക് ആ സർവീസ് ചെയ്തു തരുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.